ശ്രീഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായിദേവായ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഭഗവത്ഗീതയുടെ മോക്ഷസന്യാസ യോഗം 18ാമത്തും അവസാനത്തതുമായ യോഗം അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ 112ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. 20ാമത്തെ ശ്ലോകം അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭഗവാൻ നമ്മൾ കുറെ നാളായി ക്ലാസ് എടുത്തിട്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് ജ്ഞാനവും കർമ്മവും കർത്താവും എല്ലാം ഈ ഗുണങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. ലോകം തന്നെ സമ്മിശ്രമാണല്ലോ. അപ്പം സത്വരജസ്തമോ ഗുണങ്ങൾ ഇത് ഓരോന്നിലും ജ്ഞാനത്തിലും കർമ്മത്തിലും കർത്താവിലും എങ്ങനെയാണ് തമോ ഗുണങ്ങൾ എങ്ങനെയാണ് അതിൽ പ്രവർത്തിക്കുക, അതിന് പ്രചോദകമാകുന്നത് എന്നുള്ള ആണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്. അത് 20ാമത്തെ ശ്ലോകത്തില് ഏറ്റവും കൂടുതൽ നമുക്ക് കർമ്മത്തിന് പ്രചോദനം നൽകുന്നത് പ്രധാനപ്പെട്ടത് ജ്ഞാനമാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ ഗുണഭേദം, നമ്മളുടെ അറിവിന്റെ ഗുണഭേദം, നമുക്ക് തമോ ഗുണമാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവൃത്തികൾ. രജോ ഗുണമാണ് നമ്മുടെ അറിവെങ്കിൽ അതിനനുസരിച്ചായിരിക്കും. അപ്പം സത്വഗുണമാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും. അതിനെപ്പറ്റിയാണ് ഇനി ഭഗവാൻ ആ 3 ഗുണങ്ങൾ, ജ്ഞാനത്തിന്റെ 3 ഗുണങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സർവഭൂതേഷു യേനൈകം ഭാവമവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. ഏന ഏതൊരു അറിവിനാൽ വിഭഗതേഷു അതായത് വേർതിരിഞ്ഞു നിൽക്കുന്നത് പോലെ കാണപ്പെടുന്ന സർവഭൂതേഷു എല്ലാ പഞ്ചഘടകങ്ങളും പ്രപഞ്ച ഘടകങ്ങളും അവിഭക്തം അതായത് വേർതിരിവില്ലാതെ അവ്യയം യാതൊരു ഒഴിവുമില്ലാതെ യാതൊരു കുറവുമില്ലാതെ ഒരു കേടും വരാതെ നിറഞ്ഞു നിൽക്കുന്ന ഏകഭാവം ഒരൊറ്റ വസ്തു ഈശതേ ദർശിക്കപ്പെടുന്നുവോ അതിനാണ് ആ ജ്ഞാനത്തിന് അല്ലെങ്കിൽ ആ അറിവിനാണ് സാത്വികമായ ജ്ഞാനം എന്ന് പറയുന്നത്. അതായത് ഏതൊരു അറിവിനാൽ നമുക്ക് വിഭിന്നങ്ങളായിട്ടും വേർതിരിഞ്ഞതായിട്ടും കാണപ്പെടുന്നത് ആയിട്ട് ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും വിഭിന്നമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അത് വിഭിന്നമാണെന്ന് തോന്നാതെ എല്ലാം ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവും അവിടെ ഇല്ല. അതായത് തത്വമസി എന്ന ജ്ഞാനം, അദ്വൈതമായ ഒരു കാഴ്ചപ്പാട്, അത് ഒരു കേടും വരാതെ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു വസ്തു തന്നെയാണ്, ഏകമാണ് എന്നുള്ള ആ അറിവ്, ആ ഒരു ദർശനം ആർക്കാണ് ഉള്ളത്, ആ അറിവിനാണ്, ആ ജ്ഞാനത്തിനാണ് സാത്വികമായ ജ്ഞാനം എന്ന് പറയുന്നത്. തജ്ഞാനം വിദ്ധി സാത്വികം. അപ്പൊ സാത്വിക ജ്ഞാനത്തില് ദ്വൈതഭാവങ്ങളേ ഇല്ല. ഭഗവാൻ ഏകമാണ്, പ്രപഞ്ചം ഏകമാണ്, പ്രപഞ്ചം ഭഗവാൻ തന്നെയാണ് എന്നുള്ള അറിവാണ് സാത്വിക ജ്ഞാനം. എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അഴിവുമില്ലാത്ത, അതായത് ഒരു കുറവുമില്ലാത്ത ഏക വസ്തുവിനെ കാണുന്ന അറിവാണ് സത്വഗുണപ്രധാനമായ അറിവ്. ഈ അറിവ് ബ്രഹ്മജ്ഞാനമാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. അതായത് ആ ജ്ഞാനത്തിനാണ് ബ്രഹ്മജ്ഞാനം എന്ന് നമ്മൾ പറയുന്നത്. പരമമായ ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം. ആ ഒരു അറിവാണ്, ആ അദ്വൈതമായ അറിവാണ് പ്രപഞ്ചത്തിലെ ഭഗവാൻ മാത്രമാണ് സർവവും എന്നുള്ള അറിവ്. സത്വം സത്യജ്ഞാനത്തിന്റെ ഗുണമാണ്. അതുകൊണ്ടാണ് സത്വഗുണം വളർത്തുവാൻ എല്ലായ്പ്പോഴും എല്ലാവരും, ഗുരുക്കന്മാരും ഭഗവാനും എല്ലാ അവതാര പുരുഷന്മാരും എല്ലാവരും സത്വഗുണം വളർത്തുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാല് സത്വം സത്യജ്ഞാനത്തിന്റെ, സത്യമായ ജ്ഞാനത്തിന്റെ ഒരു ഗുണമായതുകൊണ്ടാണ്. സത്യജ്ഞാനം വന്ന ആൾക്ക് പിന്നെ വിശേഷിച്ച് പിന്നെ ഒന്നും പഠിക്കാനില്ല, എല്ലാം അങ്ങനെ
പ്രാപിച്ചു കഴിഞ്ഞു. പിന്നെ വിശേഷ സുഖവും നേടാനില്ല. അങ്ങേർക്ക് എപ്പോഴും സുഖം തന്നെ ആയിരിക്കും. എല്ലാം ഒന്നാണെന്ന് അറിയുന്ന ആൾക്ക് രണ്ടെന്ന് കാണുമ്പോഴല്ലേ ഈ ദുഃഖം വരുന്നത്. രണ്ടെന്നില്ല ഒന്ന് തന്നെ ആവുമ്പം ഒരു പ്രശ്നവുമില്ല. ജ്ഞാനം കർമ്മ പ്രചോദനങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യുന്നതിന് നമ്മുടെ അറിവാണ് നമ്മൾ പ്രചോദനം ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ അറിവിനനുസരിച്ചാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സത്യജ്ഞാനം വന്ന ആളിന്റെ കർമ്മം എപ്പോഴും ദേഹമുള്ളിടത്തോളം കാലം അദ്ദേഹം പിന്നെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. കർമ്മങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞു നിൽക്കില്ല. ജ്ഞാനിയാണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ കഴിയുമ്പോട്ടിരിക്കില്ല, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കർമ്മം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സ്വന്തമായിട്ട് ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല, ഫലകാംക്ഷയില്ല, അതിന്റെ ഗുണം തനിക്ക് ലാഭമോ നഷ്ടമോ ഒന്നും ലഭിക്കണമെന്നില്ല, അതിനെപ്പറ്റിയുള്ള വിചാരങ്ങളുമില്ല, രാഗം ദേഷ്യം മത്സര്യം ഒന്നുമില്ല. അദ്ദേഹം ശുദ്ധ ഭക്തിയോടുകൂടി ശുദ്ധ ജ്ഞാനത്തോടുകൂടി ലോക കല്യാണത്തിന് വേണ്ടി നിരന്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ അവതാര പുരുഷന്മാരും യോഗികളും എല്ലാവരും, നമുക്ക് ഒരുപാട് പേരെ അറിയാം, എല്ലാവരും അങ്ങനെയാണ് ജീവിതത്തിൽ കർമ്മനിരതരായിരുന്നു. രമണ മഹർഷി എടുത്തു, നാരായണ ഗുരു എടുത്തോളൂ, വിദ്യാധരാജ, സത്യസായി ബാബ, ഷിർഡി സായിബാബ, ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതെ അവർ ഇരുന്നിട്ടില്ല. ലാസ്റ്റ് മോമെന്റ് വരെ ശ്രീകൃഷ്ണൻ തന്നെ ജനിച്ചപ്പോ തൊട്ട് അവസാനം വരെ കർമ്മനിരതനായിരുന്നു. അതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആരെയും സ്തുതിക്കും വേണ്ട, നിന്ദിക്കും വേണ്ട. മരണമോ ജീവിതമോ ഒന്നും അദ്ദേഹത്തിന് പ്രസക്തമല്ല. ഞാൻ അനുഭവിക്കുന്ന സുഖവും മറ്റുള്ളവർക്ക് കൂടി അനുഭവിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് അദ്ദേഹം കർമ്മനിരതനായിരിക്കുന്നത്. സ്വശരീരത്തെ മറ്റുള്ള സേവനത്തിന് ഉപയോഗിച്ചുകൊണ്ട് അവർക്കും കൂടി ഞാൻ അറിഞ്ഞതുപോലെയുള്ള സന്തോഷം ഉണ്ടാവട്ടെ എന്നുള്ള ആ ഒരു ലോക സംഗ്രഹം എന്ന് പറയുന്നത്, അതായത് ലോകത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അതാണ്. എനിക്കുണ്ടായ സന്തോഷം മറ്റുള്ളവർക്കും ഉണ്ടാവണം, അതിനുവേണ്ടി ഞാൻ എൻ്റെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് സേവനങ്ങളിൽ നിരതനാവും. അതാണ് പിന്നെ അത് സത്യജ്ഞാനം. ഈ രാജസജ്ഞാനം എന്താണെന്ന് ഭഗവാൻ പറയുന്നു. പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥക്സ്ഥിതാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. യജ്ഞാനം തു ഏതൊരു അറിവാണോ സർവേഷു ഭൂതേഷു എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും പൃഥക്ത്വേന പ്രത്യേകം, അതായത് മറ്റേ ജ്ഞാനത്തിൽ എല്ലാം സത്വജ്ഞാനത്തിൽ എല്ലാം ഒന്നാണ് എന്നുള്ള ഭാവനയാണുള്ളത്. ഇവിടെ പ്രത്യേകമാണ്, വിഭിന്നമാണ് എന്നുള്ളതാണ് വരുന്നത്. അങ്ങനെ വേർതിരിഞ്ഞുള്ള നാനാഭാവൻ അനേകം ഭിന്ന പദാർത്ഥങ്ങളെ അറിയുന്നത് കൊണ്ട് ആ ജ്ഞാനത്തിന് രാജസജ്ഞാനം എന്ന് പറയുന്നു. ഏതൊരറിവാണോ എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും പ്രത്യേകം വേർതിരിഞ്ഞുള്ള അനേകതരം ഭിന്ന പദാർത്ഥങ്ങളെ അറിയുന്നത്, ആ ജ്ഞാനം രജോ ഗുണപ്രധാനമാണ്. നമ്മളെ സാധാരണക്കാരെ നമ്മളെല്ലാം രജോ ഗുണപ്രധാനികളാണ്. നമ്മളുടെ ജ്ഞാനം രജോ ഗുണപ്രധാനമാണ്. കാരണം നമുക്ക് ഏകത്വമൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. ഈശ്വരനാണ്, എല്ലാം സർവവും ഭഗവാനാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ അനുഭവം നമ്മൾക്ക് ഇനിയും നമ്മൾ കൈവരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും ഭിന്നമായിട്ടാണ് കാണുന്നത്. അതിനനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തികളും രൂപം കൊള്ളുക, അല്ലെ? ഭിന്ന വസ്തുക്കളായതുകൊണ്ട് തജ്ഞാനം വിദ്ധി രാജസം. സത്വഗുണം പരമസത്യമായ അദ്വൈത വസ്തുവിനെ കാട്ടിത്തരുമ്പോൾ രജോ ഗുണം അതേ വസ്തുവിനെ തന്നെ പലതിന്റെ കാഴ്ചയുള്ളതാക്കി നാനാത്വം, ഏകത്വത്തിൽ നാനാത്വമാണ് അത് കാണിച്ചു തരുന്നത്. നാനാത്വത്തിൽ ഏകത്വമാണ് സത്വഗുണപ്രധാനമായ ജ്ഞാനം നമുക്ക് നൽകുന്നതെങ്കിൽ രജോ ഗുണപ്രദമായ ജ്ഞാനം നമുക്ക് നൽകുന്നത് ഏകത്വത്തിൽ അനേകത്വത്തെയാണ്. ഏകത്വത്തിൽ അനേകത്വത്തെ കാണാനാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. വസ്തു ഒന്നേ ഉള്ളൂ എങ്കിലും ചിത്തത്തിന്റെ ഗുണഘടന, നമ്മുടെ ചിത്തം അങ്ങനെയാണ് ഗുണഘടന ഉണ്ടായിരിക്കുന്നത്. എല്ലാത്തിനെയും മാറ്റിമറിച്ച് പലതാക്കി കാണിക്കുന്നു. സർവത്ര സമമായ വസ്തുവിനെ കാണാനില്ലെന്ന് വന്നാൽ പിന്നെ എല്ലാം ഒന്നാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പലതായിട്ടല്ലേ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് ആ പലതിനെ ആശ്രയിച്ചാണ് നമ്മുടെ സുഖമെന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഫലേച്ഛയോടുകൂടി നമ്മൾ കർമ്മവും രാഗം എന്ന് വെച്ചാൽ അനുരാഗം, അല്ലെങ്കിൽ സംഘം, മമതയോടുകൂടി നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. ഏത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ഫലം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ രജോ ഗുണപ്രധാനികളായ എല്ലാവരും കർമ്മം അനുഷ്ഠിക്കുന്നത്. ശത്രുമിത്രാദി ഭേദങ്ങളുണ്ട്, മതമാത്സര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഓരോന്ന് ആർജിക്കുവാനായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എതിർക്കുന്നവരെയൊക്കെ നമുക്ക് ശത്രുക്കളായി നമ്മൾ കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മളെ അനുകൂലിക്കുന്നവർ നമ്മുടെ മിത്രങ്ങളാണ്, അങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. നമ്മളുടെ
ജ്ഞാനം, അറിവ് രജോ ഗുണത്തിലാണ് നിൽക്കുന്നത്. അത് സത്വഗുണത്തിലേക്ക് ഉയർന്നിട്ടില്ല. ഉം രാജസജ്ഞാനത്തിന്റെ കർമ്മപഥം ഒരിക്കലും സത്യത്തിൽ എത്തിച്ചേരാതെ ജനന മരണ രൂപമായ സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ എങ്ങനെ വെച്ചാൽ വിഭിന്നങ്ങളായ വസ്തുക്കളെ കണ്ടുകൊണ്ട് അതൊക്കെ ആർജിക്കുവാനുള്ള കർമ്മങ്ങളിലാണ് നമ്മൾ നിരതരായിരിക്കുന്നത്. എന്ത് കണ്ടാലും അത് വാങ്ങണം, എടുക്കണം, എടുക്കണം, കിട്ടണം, അതാവണം, ഇതാവണം, ഇങ്ങനെയാണ് നമ്മുടെ ഭാവന. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? അല്ലാതെ ഭഗവാനിൽ ജയിച്ചു ചേരണം എന്നുള്ള ഭാവനയും നമുക്കില്ല. സത്വഗുണ പ്രധാനമായ ആ ജ്ഞാനം നമുക്കില്ല. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? നമുക്ക് ജനന മരണ ചക്രം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ജനിച്ചു, മരിച്ചു, പിന്നെയും ജനിച്ചു, പിന്നെയും മരിച്ചു, ഇങ്ങനെ ആ ചക്രത്തിൽ കണ്ട് ഉഴലിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഏത് കാര്യത്തിനും ജ്ഞാനം അപൂർണമായാൽ കർമ്മം വികലമാകുമെന്ന് തീർച്ചയായും. നമ്മൾ ചെറിയൊരു സംഗതി ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ അതിലുള്ള അറിവ്, ഒരു തയ്യൽ, ഒരു ബ്ലൗസ് തയ്ക്കാൻ തുടങ്ങുകയാണെന്നിരിക്കട്ടെ, നമ്മൾ ആ ബ്ലൗസ് തയ്ക്കുന്നതിനെ പറ്റി ശരിയായിട്ട് അറിവ് നമുക്കില്ലെങ്കിൽ ബ്ലൗസ് ആയിട്ട് വരില്ല, ഷർട്ടായിട്ട് മാറും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് മാറും, ഇല്ലേ? അപ്പൊ ഏത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അറിവ് പൂർണ്ണമായിരിക്കണം. അറിവ് പൂർണ്ണമല്ലെങ്കിൽ അതിന്റെ ഫലം അപൂർണമായി തന്നെ ഇരിക്കും. അതാണ്, അത് വികലമായി പോലും. അപൂർണമാവുന്ന മാത്രമല്ല, അത് വികലവുമാവും. അതുകൊണ്ടാണ് തന്നെ. ഇനി താമസജ്ഞാനം എന്താണെന്ന് പറയുകയാണ് ഭഗവാൻ. യത്തു കൃഷ്ണം അതേ അസ്മിൻ കാര്യേ സഗത്മഹൈതുകം അതത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം. യത്തു ഏതൊരു ജ്ഞാനമാണോ കൃഷ്ണവത്, ഇതിനപ്പുറം ഒന്നും ഇല്ലെന്നുള്ള ധാരണ, അതായത് അഹംബുദ്ധിയോടുകൂടി ഇതിനപ്പുറം ഒന്നുമില്ല, എനിക്കുള്ള എന്റെ അറിവാണ് സർവത്ര അറിവ്, വേറെ ആ ഒരു ഭാവം. ഏകസ്മിൻ കാര്യേ സക്തം, ഏതെങ്കിലും കാര്യത്തിൽ തന്നെ സംഘബദ്ധമാകുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തില് വളരെ മമതയോടുകൂടി അതിനോട് ഒട്ടിച്ചേർന്നിരിക്കും. അതാണ് സംഘബദ്ധം എന്ന് പറയുന്നത്. അഹൈതുകം, അഹൈത് എന്ന് വെച്ചാൽ യുക്തിവിചാരമില്ല, കാരണകാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നതേ ഇല്ല, ഒരു യുക്തിയുമില്ലാതെ സംഘബദ്ധമാകുന്നു. അതത്വാർത്ഥാത്, ഭൗതികമോ ആധ്യാത്മികമായ പ്രാധാന്യ ലക്ഷ്യങ്ങളൊന്നും അതിനില്ല. അല്പം ജീവിതത്തെ അത്യന്തം ഇടുങ്ങിയ ഒരു മണ്ഡലത്തിലേക്ക് അത് പതിപ്പിക്കുകയും ചെയ്യുന്നു. തജ്ഞാനം താമസം ഉദാഹൃതം. അങ്ങനത്തെ ജ്ഞാനത്തിനാണ് താമസജ്ഞാനം എന്ന് പറയുന്നത്. തമോ ഗുണപ്രധാനമായ ജ്ഞാനമാണ് അത്. എങ്ങനെ? ഏതൊരു ജ്ഞാനമാണോ ഇതിനപ്പുറം ഒന്നുമില്ലെന്ന്, അതായത് എന്തെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് മതി, ഇനി അപ്പുറത്തേക്കൊന്നും ഇല്ല എന്നുള്ള ഒരു പിന്നെ ഒരു ഭാവന. അതായത് ഒരിക്കലും ഒരു 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 ആളോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് നിധിയുണ്ട്, പോയി കണ്ടെടുത്തോളൂ എന്ന് പറഞ്ഞ് നിധിക്കുള്ള വഴി പറഞ്ഞു കൊടുക്കും ഒരു യോഗി. അയാള് സന്തോഷത്തോടുകൂടി യോഗിയെ നമസ്കരിച്ചിട്ട് കാട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ്. കാട്ടിലൂടെ എങ്ങനെ പോകുമ്പം ഒരു സ്ഥലത്തെത്തിയപ്പോ തോന്നി, ഇവിടമാണല്ലോ പറഞ്ഞത്, ഇവിടെ ഒന്ന് കുഴിച്ചു നോക്കാം എന്ന് പറഞ്ഞു. കുഴിച്ചു നോക്കിയപ്പോ അവിടുന്ന് ചെമ്പ് കിട്ടും, ധാരാളം ചെമ്പ് കിട്ടി. ചെമ്പ് കിട്ടിയപ്പോ അപ്പം അങ്ങേർക്ക് തോന്നി ഇതായിരിക്കില്ല, കുറച്ചും കൂടെ മുന്നോട്ട് പോവാം. അദ്ദേഹം പിന്നെയും മുന്നോട്ട് പോയി കുറേ ദൂരം പോയപ്പോ ഒരു യോഗിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞു ഇനി മുന്നോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെയും മുന്നോട്ട് പോയി കുഴിച്ചപ്പോ അദ്ദേഹത്തിന് വെള്ളി കിട്ടി. പിന്നെയും അതും തൃപ്തിയില്ലാതെ ഇതായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും മുന്നോട്ട് സഞ്ചരിച്ച് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് സ്വർണ്ണ ഖനിയാണ് കിട്ടിയത്. അതായത് ആ ഒരു പിന്നെ ഇതുകൊണ്ട് തൃപ്തിപ്പെടാതെ, അതായത് ഇതാണ് എല്ലാം ആയിക്കഴിഞ്ഞു, ഞാൻ സർവജ്ഞനാണ്, ഇനി എനിക്ക് ഒന്നും ചെയ്യേണ്ടതില്ല, എല്ലാം ആയിക്കഴിഞ്ഞു എന്നുള്ള ഭാവം, ആ ഭാവത്തോടു കൂടിയാണെങ്കിൽ നമുക്കൊന്നും നേടാനാവില്ല. അവിടെയാണ് താമസ ഗുണത്തിനുള്ള പ്രശ്നം. ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ പോലും സംഘബദ്ധനാകും. യുക്തിവിചാരം തീരെയില്ല. ഭൗതികമോ ആധ്യാത്മികമായ ഒരു ലക്ഷ്യവുമില്ല. ഒന്നുകിൽ ഭൗതിക ലക്ഷ്യം വേണം, വലിയ നിലയിലെത്തണം, വലിയ ആളാവണം എന്നൊക്കെ ഉള്ള ഒരു വിചാരത്തോടുകൂടി വർക്ക് ചെയ്യണം. അതല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് ഉയരണം. ഇത് രണ്ട് ലക്ഷ്യവുമില്ല, ഒരു ലക്ഷ്യവുമില്ല. ഭഗവാൻ എപ്പോഴും പറയും ലക്ഷ്യമുണ്ടെങ്കിലേ പാത തെളിയുള്ളൂ. നമ്മുടെ ഭഗവാൻ പറയും ലക്ഷ്യം വേണം, ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വഴി തെളിഞ്ഞു വരികയുള്ളൂ. അതുപോലെ വഴി തെളിഞ്ഞു കിട്ടിയാൽ നിങ്ങൾക്ക് അച്ചടക്കമുണ്ടാവണം, ശ്രദ്ധയുണ്ടാവണം. അച്ചടക്കം എന്ന് വെച്ചാൽ എന്താണ്? ഏത് കാര്യം ചെയ്യുന്നതിലും അച്ചടക്കങ്ങൾ പാലിക്കണം. അതായത് നമുക്ക് ആദരവുണ്ടാവണം, നമുക്ക് അനുസരണ ഉണ്ടാവണം, നമുക്ക് പിന്നെ ദൃഢനിശ്ചയം ഉണ്ടാവണം, മുന്നോട്ട് പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ടാവണം. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധ, അച്ചടക്കം എന്ന് പറയുമ്പോൾ അതാണ്. ശ്രദ്ധ എന്ന് വെച്ചാല്
പതറിപ്പോകരുത്. നമ്മൾ ഉദ്ദേശം എന്താണോ അതിൽ തന്നെ, ആ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അപ്പോഴത്തേക്കും ഒന്ന് കണ്ടു അതിലോട്ട് ചാടി, ഇത് കണ്ടു ഇതിലേക്ക് ചാടി, അങ്ങനെ ചെയ്യാതെ സ്വാമി പറയണത് അച്ചടക്കവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ആ വഴിയിലോട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ജീവിതത്തെ അത്യന്തം ഇടുങ്ങിയ ഒരു മണ്ഡലത്തിൽ, അത് വളരെ നാരോ മൈൻഡഡ് ആയിത്തീരും താമസപ്രകൃതമുള്ളവർ. വളരെ ഒരു വിശാല ഹൃദയമേ ഉണ്ടാവില്ല, അവർക്കൊന്നും ഉൾക്കൊള്ളാൻ, എല്ലാം അറിയാം എന്നുള്ള ഭാവം കൊണ്ട് ആര് പറയുന്നതും കേൾക്കില്ല, ആരും അനുസരിക്കില്ല, ആരെയും അനുസരിക്കില്ല, ആരോടും ആദരവില്ല. അങ്ങനെ ഒരു സ്വഭാവമാണ് ഈ പ്രകൃതക്കാർക്കുള്ളത്. അതുകൊണ്ട് എന്ത് പറ്റൂ, അവരുടെ മണ്ഡലം, ജീവിത മണ്ഡലം തന്നെ ചുരുങ്ങിപ്പോവും. അവരുടെ ഹൃദയം ചുരുങ്ങുന്നത് പോലെ തന്നെ അവരുടെ ജീവിത മണ്ഡലവും ചുരുങ്ങിപ്പോവും. അങ്ങനെ അജ്ഞാനം, അങ്ങനത്തെയുള്ള ജ്ഞാനം, ആ അറിവിനാണ് തമോ ഗുണ ജ്ഞാനം എന്ന് പറയുന്നത്. തത് താമസം ഉദാഹൃതം. മോഹത്തിന്റെ ഗുണമാണല്ലോ തമസ്. അതിൽ ഭൗതികമായ വിവേകം പോലും നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിനപ്പുറമൊന്നുമില്ലെന്ന് കരുതി ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ ആസക്ത ചിത്തനായി തീരുന്നത്. ഫോർ എക്സാമ്പിൾ, മദ്യപാനം, ലൈംഗികസുഖം, ചൂതുകളി, കുതിരപ്പന്തയം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആസക്തി വന്നു പോയാൽ ഇത് തന്നെ മതി, നീ ഒന്നും വേണ്ട, ആര് പറഞ്ഞാലും ഒരു മദ്യപാനി കേൾക്കോ? ആര് പറഞ്ഞാലും കേൾക്കോ? നീ പോടി, എനിക്കെല്ലാം അറിയാന്നുള്ള ഭാവത്തിലിരിക്കും അല്ലേ? അതാണ് അതെന്നിട്ട് എന്താണ്, യുക്തിവിചാരമേ ഉണ്ടാവില്ല. അത് നല്ലതാണോ ചീത്തയാണോ, എനിക്ക് നന്മ വരുമോ ചീത്ത വരുമോ, ആരോഗ്യം പോകുമോ, ഒന്നും ചിന്തിക്കില്ല. അതൊന്നും ചിന്തിക്കാതെ, ഒരു ലക്ഷ്യവും മുന്നിൽ കാണാതെ തന്റെ ആസക്തി ശമിപ്പിക്കാൻ വേണ്ടി കടം വാങ്ങും, മറ്റുള്ളവരെ ഉപദ്രവിക്കും, മറ്റുള്ളവരെ അടുത്ത് തട്ടിപ്പറിക്കും, അല്ലെങ്കിൽ അവരെ ചതിക്കും. ഇതൊന്നും ചെയ്യാനുള്ള ഒരു മടിയും ഉണ്ടാവാതെ, അതാണ് താമസപ്രധാനമായ ആസക്തി എന്ന് പറയുന്നത്. അങ്ങനെ അജ്ഞാനത്തിന്റെ ഫലം ജീവിതം അത്യന്തം ഇടുങ്ങിയ ഒരു മണ്ഡലത്തിൽ എത്തിച്ചേരും. തമോ ഗുണപ്രധാനമായ ജ്ഞാനത്തിലെ മോഹാനുഭവങ്ങൾ ശീലമായി തീരും. ആ മണ്ഡലത്തിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് മദ്യപാനികൾക്കോ ചൂത് കളിക്കുന്നവർക്കോ ഒന്നും അവരുടെ അതിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. അവരതിൽ മുഴുകിപ്പോയി. അന്ന് കരകയറാൻ ഒരു മാർഗവും അവർക്കില്ല. അതാണ് പിന്നെ ഇരുട്ടിലേക്കുള്ള പതനത്തിന്റെ മാർഗമാണ് താമസപ്രധാനമായ ജ്ഞാനം. അതായത് ആരെയും അനുസരിക്കാതെ, ആരും തന്നിഷ്ടം കാണിച്ച് താനാണ് എല്ലാ അറിവിന്റെയും ഇരിപ്പിടം എന്നുള്ള മട്ടിലുള്ള പെരുമാറ്റം, അഹന്തയോടുകൂടിയുള്ള പെരുമാറ്റം, അതാണ് താമസപ്രധാനമായ ജ്ഞാനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഭഗവാൻ കർമ്മപ്രചോദകം, അതായത് കർമ്മങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിന്റെ ഭേദങ്ങൾ, അതായത് സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളുടെ ഭേദങ്ങൾ ഭഗവാൻ ഇപ്പൊ നമുക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് അതിനെ ഇനി അതുപോലെ തന്നെ കർമ്മത്തിനുമുണ്ട് ഭേദം. കർമ്മത്തിനുമുണ്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലും സത്വമുണ്ട്, രജസ്സുണ്ട്, തമസ്സുണ്ട്. അപ്പൊ ഇനി അതിനെപ്പറ്റി ഭഗവാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. നിയതം സംഗരഹിതം അരാഗദ്വേഷദകൃതം അഫലേ രൂപേഷു അഫല രൂപപ്സുനാ കർമ്മ യത്യത് സാത്വികമുച്യതേ. നിയതം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കപ്പെട്ടത്, നിയമമാണത്. തീരുമാനം ചുറച്ചവിട്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്, നമ്മുടെ കർത്തവ്യം എന്ന് പറയാം. സംഘരഹിതം, അത് സംഘരം എന്ന് വെച്ചാൽ അതിനോട് ഒട്ടിപ്പിടിക്കലില്ല. ഒരു കർത്തവ്യമാണ്, കർത്തവ്യം നന്നായിട്ട് ചെയ്യും, പക്ഷെ അത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ലാതെ സംഘരഹിതമായിട്ട് ചെയ്യുന്നു. കർത്തൃഭാവമില്ല, ഞാനാണ് ചെയ്യുന്നുള്ള ഭാവമില്ലാതെ അത് ചെയ്യും. അങ്ങനെ അഫലം പ്രപ്സുന, ഫലമേ കാക്ഷിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന കർത്തവ്യങ്ങൾക്ക് എനിക്ക് ഫലം കിട്ടണം എന്നുള്ള കാക്ഷിയില്ല, ഫലേച്ഛ കൈവിടുന്നു. അരാഗദേശത കൃതം, രാഗമോ ദേശമോ ഒന്നുമില്ല. രാഗം എന്ന് വെച്ചാൽ അനുരാഗം, മമത. ദേശം എന്ന് വെച്ചാൽ ക്രോധം. ഇതൊന്നുമില്ലാതെ വളരെ ശാന്തമായ രീതിയിൽ സ്വധർമ്മം അനുഷ്ഠിക്കുന്നു. യത് കർമ്മ, അങ്ങനത്തെ കർമ്മമാണ് തത് സ്വാത്വികം ഉച്യതേ. അങ്ങനത്തെ കർമ്മത്തിനാണ് സ്വാത്വിക കർമ്മം എന്ന് പറയുന്നത്. അതായത് സ്വധർമ്മമായിട്ട് തീരുമാനിച്ചു. നിയതെന്ന് വെച്ചാൽ സ്വധർമ്മം, എന്റെ സ്വധർമ്മമാണിത്, അത് ഞാൻ ചെയ്യുന്നു. പക്ഷെ ഞാൻ കർത്താവല്ല, ഞാൻ വെറും ഉപകരണമാണ്. കർത്തൃഭാവം കൂടാതെ അനുഷ്ഠിക്കപ്പെടുന്നതും ഫലേച്ഛ, ഞാനിത് ചെയ്തുകൊണ്ട് എനിക്ക് ഇന്നതൊക്കെ തരണം, ഇന്നതൊക്കെ നേടണം, ഇന്നതൊക്കെ കിട്ടണം എന്നുള്ള ഒരു കാംക്ഷയൊന്നുമില്ല. എന്റെ കർത്തവ്യമാണ്, ഞാനത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഞാനാണല്ലോ ചെയ്യുന്നത്, ഞാനൊരു ഉപകരണമായിട്ട് അത് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ രാഗമോ ദ്വേഷമോ ഒന്നും ഉണ്ടാവില്ല. രാഗമോ ദ്വേഷമോ ഒന്നും ഇല്ലാതെ അങ്ങനെ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിനാണ്
പിന്നെ സത്വഗുണപ്രധാനമായ കർമ്മം എന്ന് പറയുന്നത്. അതായത് ഫലചേഷ്ട ഇല്ലാതെ, കർത്തൃഭാവമില്ലാതെ, യാതൊരു തരത്തിലുള്ള രാഗദ്വേഷങ്ങളൊന്നും സ്പർശിക്കാതെ ശുദ്ധമായ സ്വധർമാനുഷ്ഠാനം, അതിനാണ് സത്വഗുണം പ്രധാനമായ കർമ്മം എന്ന് പറയുന്നത്. തത് സാത്വികമുച്യതേ. സാത്വികജ്ഞാനവും സാത്വികകർമ്മവും പരസ്പര ബദ്ധമാണ്. സാത്വികജ്ഞാനം ഇത് തന്നെയാണല്ലോ, അറിവ്, സാത്വികമായ അറിവ്. അതിൽ നിന്നാണ് കർമ്മം ഉണ്ടാകുന്നത്. എല്ലാ അറിവിൽ നിന്നാണല്ലോ കർമ്മം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സാത്വികജ്ഞാനവും സാത്വികകർമ്മവും പരസ്പര പൂരകങ്ങളാണ്, പരസ്പര ബദ്ധമാണ്. സാത്വികകർമ്മം സാത്വികജ്ഞാനത്തെയും സാത്വികജ്ഞാനം സാത്വികകർമ്മത്തെയും പരസ്പരം പോഷിപ്പിക്കുന്നു. സാത്വികജ്ഞാനിക്ക് കർമ്മം പ്രാരബ്ധക്ഷയത്തിനുള്ള ശരീരത്തിന്റെ അതായത് പിന്നെ ഫലേച്ഛ കൂടാതെ സ്വധർമ്മം അനുഷ്ഠിക്കുകയാണ് സാത്വിക പ്രധാനിയായ ഒരു കർമ്മം ചെയ്യുന്ന ആൾ ചെയ്യുന്നത്. കാരണം എന്റെ പ്രാരബ്ധ കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോട്ടെ, അതൊക്കെ പോകണമെങ്കിൽ കർമ്മം ചെയ്യണം, സേവനം ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ കർമ്മങ്ങളില് പ്രാരബ്ധ കർമ്മങ്ങൾ ഒടുങ്ങി കിട്ടുള്ളൂ. അതുകൊണ്ട് വാസനാക്ഷയമാണ് അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സാത്വികജ്ഞാനി യാതൊന്നിനും ചുറ്റുപാടനുസരിച്ച് താൻ ചെയ്യേണ്ട സ്വധർമ്മം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അതൊന്നും കർമ്മത്തിന്റെ നിയതം എന്ന് പറഞ്ഞില്ലേ, അതായത് സ്വധർമ്മം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ തന്നെ നിഷ്കാമനായിട്ട് മുഴുകുന്നു, കർത്തൃഭാവമില്ലാതെ. അതാണ് സാത്വിക പ്രധാനിയായ ഒരു കർമ്മി ചെയ്യുന്നത്. ആ നിയതകർമ്മം കർത്തൃഭാവം വെടിഞ്ഞയാൾ നിർവഹിക്കുന്നു. താൻ ഈശ്വരന്റെ കയ്യിലെ വെറും ഉപകരണമാണെന്നും തന്റെ കർമ്മം ഈശ്വര ആരാധനയാണെന്നും അയാൾ ദൃഢമായി ഭാവന ചെയ്യുന്നു. ഇതൊന്നും സംഘരാഹിത്വം ഫലേച്ഛ വെടിയുന്നു. അദ്ദേഹത്തിന് ചെയ്യുന്ന കർമ്മത്തിനോട് ആസക്തിയില്ല, അതുപോലെ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലകാംക്ഷയുമില്ല. അങ്ങനെ ഫലേച്ഛ എന്താണ്? ഈശ്വരപ്രാപ്തി മാത്രം. അത് മാത്രമാണ് ഫലേച്ഛയുള്ളത്. ഭഗവാൻ നമ്മുടെ എത്രയും പറയും, ആഗ്രഹം വേണോ, ആഗ്രഹം വെച്ചോളൂ, ആഗ്രഹമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ആഗ്രഹം എന്നുള്ളത് എന്നും വന്നുകൊണ്ടേയിരിക്കുന്ന അലകൾ പോലെയാണ്, കടലിലെ അലകൾ പോലെയാണ് ആഗ്രഹങ്ങൾ, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അത് ഇല്ലാതെയാക്കുക? ഈശ്വരന് വേണ്ടി ആഗ്രഹിച്ചോളൂ, വേറെ ഒന്നും ആഗ്രഹിക്കണ്ട. ഈശ്വരന് വേണ്ടിയുള്ള ആഗ്രഹം നമ്മൾ സത്വഗുണമല്ലേ, സത്വഗുണ പ്രധാനമായ ആഗ്രഹം, അത് ആഗ്രഹിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കർമ്മരംഗത്ത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാതെ സന്തോഷചിത്തരായിട്ട് സമാധാന ചിത്തരായിട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഫലേച്ഛ ഉള്ളപ്പോഴാണ് നമുക്ക് ഫലം സാധിച്ചില്ലെങ്കിൽ നിരാശ ഉണ്ടാകുന്നതും രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് ഫലേച്ഛ ഉള്ളപ്പോഴാണ്. ഫലേച്ഛ ഇല്ലെങ്കിൽ രാഗദ്വേഷങ്ങളൊക്കെ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് തന്നെ ഇല്ലാതെയാവുന്നു. ഫലം അനുകൂലമായാൽ അദ്ദേഹത്തിന് വിശേഷിച്ച് ആരോടും പ്രത്യേക മമതയൊന്നുമില്ല. ഫലം അതുപോലെ തന്നെ പ്രതികൂലമായാൽ ആരോടും വിരോധവുമില്ല. അയാളെ കൊണ്ടാണ് എൻ്റെ അത് അങ്ങനെ ഉണ്ടായത് എന്നൊന്നും പറയില്ല. വന്നതുപോലെ വന്നു, അതുപോലെ സ്വീകരിച്ചു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലോ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അത് ഈശ്വര കാരുണ്യം കൊണ്ട് എനിക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കുന്നു, അല്ലെങ്കിൽ ഫലം ഉണ്ടാകുന്നു. ഈശ്വര കാരുണ്യത്തിന് കുറച്ച് പ്രതികൂലമാകാനും പറ്റുമല്ലോ. നമ്മുടെ കർമ്മം കൊണ്ട് നമ്മുടെ ഈശ്വര കാരുണ്യവും പ്രതികൂലമാവുമ്പം നമുക്ക് നമ്മൾ വിചാരിച്ച പോലെയുള്ള ഫലങ്ങൾ ഉണ്ടാവില്ല. ശരിയാ? അപ്പൊ രണ്ടും ഒരുപോലെ സ്വീകരിക്കുക. രണ്ടും ഈശ്വര കാരുണ്യം തന്നെയാണ്. അപ്പൊ അതിന് രാഗം ദ്വേഷങ്ങളൊന്നുമില്ലാതെ അങ്ങനെ സ്വീകരിക്കുന്നത്, സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിനാണ് സാത്വിക കർമ്മം എന്ന് പറയുന്നത്. ഈ രാജസ കർമ്മത്തെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത്. യത്തു കാമേസുനാ കർമ്മ സാഹംകാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തദ്രാജസമുദ്രാഹൃതം സമുദാഹൃതം. കാമേപ്സുന, നിരന്തരം കാമമാണ്. എന്തിന്? ഫലേച്ഛ. നിരന്തരം ഫലേച്ഛയോടുകൂടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. സാഹങ്കാരാണ്. സാഹം എന്ന് വെച്ചാൽ അഹംബുദ്ധിയോടുകൂടി. അഹംബുദ്ധിയോടുകൂടി ഞാൻ ചെയ്യുന്നു എന്ന കർത്തൃഭാവത്തിലാണ് എല്ലാം. ഞാൻ ആ അമ്പലം ഞാനാണ് ഉണ്ടാക്കിയത് കേട്ടോ, കണ്ടില്ലേ എത്ര നന്നായിരിക്കണു, ഭഗവാൻ ആ കിരീടം ഞാനാണ് വെച്ചത് എന്ന് പറഞ്ഞ് ചില സാത്വിക പ്രധാനിയാണെങ്കിൽ കിരീടം വെച്ചതുപോലും ആരും അറിയിക്കില്ല. ആരെ അറിയിക്കാതെ ഒരു പബ്ലിസിറ്റി ഇല്ലാതെ ചെയ്യും. രജോ ഗുണ പ്രധാനിയാണെങ്കിൽ അത് അറിയിച്ച് 4 പേരിൽ നിന്ന് പ്രസിദ്ധി നേടിയിട്ടേ അടങ്ങുള്ളൂ. അതാണ് രജോ ഗുണത്തിന്റെ ഒരു ലക്ഷണം. അഹംബോധം. കർത്തൃഭാവത്തിന് മൂർച്ച കൂട്ടിയും ബഹുലായാസം, പലതരം ക്ലേശങ്ങൾ സഹിച്ച് അത് ഏത് കർമ്മമാണോ ചെയ്യപ്പെടുന്നത് അതാണ് രാജസം. ക്ലേശങ്ങളൊക്കെ അനുഭവിക്കും, എന്നാലും സാഹങ്കാരം, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള മട്ടിൽ തന്നെ ചെയ്യുള്ളൂ.
അതാണ് നിരന്തരം ഫലേച്ഛ വളർത്തിയും ഞാൻ ചെയ്യുന്നു എന്ന കർത്തൃഭാവത്തോടുകൂടി ചെയ്തുകൊണ്ട് പല ക്ലേശങ്ങളും സഹിച്ച് ഏത് കർമ്മമാണോ ചെയ്യപ്പെടുന്നത് അതിനാണ് രാജസ് ഗുണപ്രധാനമായ കർമ്മം എന്ന് പറയുന്നത്. തത് രാജസം ഉദാഹൃതം. കർമ്മത്തിന്റെയും സംഘത്തിന്റെയും ഗുണമാണ് രജസ്. രജോ ഗുണപ്രധാനമായ ജ്ഞാനവും രജോ ഗുണപ്രധാനമായ കർമ്മവും ജ്ഞാനം മറ്റേ സത്വഗുണപ്രധാനമായ ജ്ഞാനവും കർമ്മവും പോലെ തന്നെ രജോ ഗുണപ്രധാനമായ ജ്ഞാനവും രജോ ഗുണപ്രധാനമായ കർമ്മവും പരസ്പര ബദ്ധമാണ്. എന്ന് വെച്ചാൽ രജോ ഗുണപ്രദമായ അറിവിൽ നിന്നാണ് രജോ ഗുണപ്രധാനമായ കർമ്മം ഉണ്ടാകുന്നത്. അപ്പൊ അവർക്ക് പരസ്പര ബദ്ധമായിട്ടല്ലേ പറ്റുള്ളൂ. ഇങ്ങനെ പലതും സത്യമെന്ന് തോന്നി പല ഘടകങ്ങളുടെ പിന്നാലെ പായും. അതിനാണ് രാജസജ്ഞാനം എന്ന് പറയുന്നത്. ഇങ്ങനെ പലതും സത്യമെന്ന് തോന്നുന്നതോടെ സുഖമിരിക്കുന്നത് ജഡവസ്തുക്കളിലാണെന്ന് കരുതുന്നു. അങ്ങനെ അനുകൂലമായ ഭൗതിക ഫലം നേടുവാനുള്ള ഉപായമാണ്, അതായത് ജഡവസ്തുക്കൾ എന്ന് വെച്ചാൽ കാറ് വേണം, വീട് വേണം, അത് വേണം, ജോലി വേണം, വലിയ പദവികൾ വേണം, അത് വേണം, പണം വേണം, ഇങ്ങനെ നശ്വരമായ കാര്യങ്ങളുടെ പിന്നാലെ പായാൻ തുടങ്ങും രജോ ഗുണപ്രധാനികള്. നമ്മുടെ ലോകത്തിൽ കൂടുതലും 99%, 1% ഉള്ളൂ, 1% പോലും ഇല്ല, അതിന്റെ പകുതി പെർസെന്റേ ഉള്ളൂ സത്വഗുണപ്രധാനികൾ. ഭൂരിപക്ഷം ആൾക്കാരും രജോ ഗുണപ്രധാനത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ നോക്കിയാൽ അറിയാം, നിരന്തരം ശക്തിപ്പെട്ടു വരുന്ന ഭൗതിക ഫലേച്ഛയാണ് രാജസ കർമ്മത്തിന്റെ പ്രത്യേകത. ഫലേച്ഛ കർത്തൃഭാവത്തിന് മൂർച്ച കൂട്ടും. തുടർന്ന് കർമ്മം രാഗദ്വേഷ സങ്കുലമായിത്തീരും. അതായത് വിചാരിച്ച പോലെ കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ദേഷ്യപ്പെട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങും. നിരാശ ഉണ്ടാകും, നിരാശ ഉണ്ടാകുമ്പോഴത്തേക്കും ക്രോധം ഉണ്ടാകും, അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് വരും. അങ്ങനെ കർമ്മത്തിന്റെ വലിപ്പമോ വ്യാപ്തിയോ അല്ല ബഹുലായാസത്വം, രാഗദ്വേഷ സങ്കുലതയാണ് ബഹുലായാസത്വം. സ്വാമി ഇവിടെ പറയുന്നുണ്ടോ ബഹുലായാസം? ബഹുലായാസം എന്ന് പറഞ്ഞാല് പിന്നെ രാഗദ്വേഷ സങ്കുലമായി ചെയ്യുന്ന പ്രവൃത്തിക്കാണ് ബഹുലായാസം എന്ന് പറയുന്നത്. അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തളർത്തുന്നു. രാഗദ്വേഷരഹിതമായി അനായാസമായി യുദ്ധം പോലും, അതായത് യുദ്ധം ചെയ്യാൻ പോലും ഈ ബഹുലായാസമായിട്ട്, അതായത് രാഗദ്വേഷങ്ങൾ ഇല്ലാതെ യുദ്ധം പോലും ചെയ്യാൻ പറ്റുന്നതാണ് ഭീഷ്മരൊക്കെ കാണിച്ചു തന്നത്. അവരൊന്നും ഒന്നും കാണിച്ചുകൊണ്ടല്ല, അവരുടെ സ്വധർമാനുഷ്ഠാനം മാത്രമാണ് ഭീഷ്മരൊക്കെ ചെയ്തത്. സ്വധർമ്മമായതുകൊണ്ട് ചെയ്തതാണ്, അവിടെ ഒന്നും കാണിച്ചയില്ല. അതുകൊണ്ടാണ് കർമ്മത്തെ ആയാസകരമാക്കുന്നതാണ് രജോ ഗുണം. അതാണ്. ഇനി അപ്പൊ തമോ ഗുണം എങ്ങനെയായിരിക്കും നോക്കാം. അനുബന്ധം ക്ഷയം ഹിംസം ആനമവേക്ഷജ പൗരുഷം മോഹാദാരഭൃതേ കർമ്മ യത്താമസമുച്യതേ. അനുബന്ധം ഭാവി എന്തായിരിക്കുമെന്നോ, ക്ഷയം ശക്തിയും സമ്പത്തും എത്രമാത്രം ക്ഷയിക്കുമെന്നോ, ഹിംസാം പരദ്രോഹം എന്തുമാത്രം സംഭവിക്കുമെന്നോ, പൗരുഷം തനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് അനവേക്ഷ വിവേകപൂർവം ചിന്തിക്കാതെ യത് കർമ്മ ഏത് കർമ്മമാണോ മോഹാത് ലക്ഷ്യബോധമില്ലാതെ ചെയ്യപ്പെടുന്നത് ആ കർമ്മത്തിന് തമോ ഗുണപ്രധാനമായ കർമ്മം എന്ന് പറയുന്നു. അതായത് ഭാവി എന്തായിരിക്കും എന്നൊന്നും അറിയില്ല, ശക്തിയും സമ്പത്തും എത്രമാത്രം ഉണ്ടെന്നോ അത് ക്ഷയിച്ചു പോകുമെന്നോ അറിയില്ല, അതിനോട് ഓരോ കാര്യങ്ങൾ സാധിക്കുമ്പോൾ പരദ്രോഹം ഉണ്ടാകുന്നുണ്ടോ, എത്രമാത്രം സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്നതേ ഇല്ല. ഈ ഒരു കാര്യം ചെയ്യാൻ തനിക്ക് കഴിവുണ്ടോ അതും ആലോചിക്കുന്നില്ല. അങ്ങനെ ഒന്നും വിവേകപൂർവം ചിന്തിക്കാതെ ഏത് കർമ്മം ഒരു ലക്ഷ്യബോധവുമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക, അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് താമസ കർമ്മം എന്ന് പറയുന്നത്. താമസമുച്യതേ. മോഹത്തിന്റെ ഗുണമാണ് തമസ്. തമോ ഗുണപ്രധാനമായ ജ്ഞാനവും തമോ ഗുണപ്രധാനമായ കർമ്മവും പരസ്പര ബന്ധം തന്നെയാണ്. അതായത് തമോ ഗുണപ്രധാനമായ ജ്ഞാനത്തിൽ നിന്നാണ്, ആ അറിവിൽ നിന്നാണ് ഈ കർമ്മം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവ പരസ്പര ബദ്ധമായിരിക്കുന്നത്. യുക്തിചിന്ത ചെയ്യാൻ കഴിയാത്ത, ലക്ഷ്യബോധമില്ലാത്ത ജ്ഞാനമാണ് താമസജ്ഞാനം. ആലോചിക്കുന്ന വിവേചന ശക്തി ഒന്നും ഉപയോഗിക്കുന്നില്ല. വിവേചന ശക്തി ഒന്നും ഉപയോഗിക്കാതെ എന്തൊരു ലക്ഷ്യപ്രാപ്തി ഒന്നുമില്ല, എന്തൊക്കെയോ ചെയ്യുന്നു, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മട്ടിൽ ഇങ്ങനെ പോകുന്നു. ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടില്ലേ. അവരുടെ ജ്ഞാനമാണ് താമസജ്ഞാനം. കർമ്മവും അപ്പൊ അതനുസരിച്ചിരിക്കും.
ഒരു ചിട്ട ഉണ്ടാവില്ല, ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കും. അതാണ് തമോ ഗുണ പ്രധാന കർമ്മം അനന്തര ഭാവിയിൽ തന്നെ ഭൗതികമായി പോലും പതിപ്പിക്കും, താഴേക്ക് വീഴ്ച പിന്നെ താഴേക്ക് പിടിച്ചു വലിക്കും. മനസ്സിലായില്ലേ? അത് മുൻകൂട്ടി കാണുവാൻ തമോ ഗുണിക്ക് കഴിയില്ല. ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവും, ഇങ്ങനെയുള്ള അധപ്പതനം ഉണ്ടാവുമെന്ന് തമോ ഗുണി ചിന്തിക്കത് പോലും ഇല്ല. ഒരുവന്റെ ശക്തിയും സമ്പത്തും തമോ ഗുണ കർമ്മം അതിവേഗം ക്ഷയിപ്പിക്കുന്നു. അതായത് ചൂതുകളി, മദ്യപാനം എന്നൊക്കെ ഒരു ശീലമായി കഴിഞ്ഞാല് പണം പോണ വഴി അറിയില്ല. അയാൾക്കുണ്ടാവുന്ന അസുഖങ്ങളെ പറ്റി ഒന്നും അയാൾ ചിന്തിക്കില്ല. അയാളുടെ കുടുംബത്തിനുണ്ടാവുന്ന ദ്രോഹങ്ങളും അതൊന്നിനെ പറ്റി പരഹിംസയാണ് ചെയ്യുന്നത്. അതൊന്നും അദ്ദേഹം ആലോചിക്കാനുള്ള ഇതില്ലാതെ രോഗം പിടിപെട്ട് ഉള്ളതിലേറെ പൈസ, എത്രത്തോളം നമ്മള് സ്വാമി പറയും എൻജോയ് ലൈഫ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എൻഡ് ജോയ്. എൻജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നു എന്നാണ് നമ്മൾ അർത്ഥം പറയുന്നത്. സ്വാമി പറയണതല്ല, എൻഡ് ജോയ്. ജോയിയെ അവസാനിപ്പിക്കുക, സന്തോഷത്തെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ പറയണത്. അപ്പോ പിന്നെ തന്റെ തൽക്കാല പൗരുഷത്തിന് കഴിയാത്ത ഏത് കർമ്മം ഏറ്റെടുക്കുന്നതും അത് തമസ്സിലേക്കും പതനത്തിലേക്കും വഴിതെളിക്കും. ഭൗതികമോ ആധ്യാത്മികമായ യാതൊരു ലക്ഷ്യവുമില്ലാതെ തോന്നിയതുപോലെ കർമ്മം ചെയ്യുന്നതാണ് തമോ ഗുണം പ്രധാനമായ കർമ്മം. അപ്പൊ അങ്ങനെ ഭഗവാൻ ജ്ഞാനം, കർമ്മം ഈ രണ്ട് കാര്യത്തിലെയും സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇത് നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നു. ഇനി എന്താണ് പറയാൻ പോകുന്നത്? കർത്താവ്. ഇനി കർത്താവിനുമുണ്ട് ഇതേ ഗുണങ്ങൾ, സത്വഗുണം, പിന്നെ രജോ ഗുണം, തമോ ഗുണം. ഇനി കർത്താവിന്റെ ലക്ഷണമാണ് ഭഗവാൻ പറയുന്നത്. ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും പറഞ്ഞു കഴിഞ്ഞു. ഇനി കർത്താവിന്റെ പറയാൻ പോവാണ്. മുക്തസംഗോദാഹം വാദി ധൃതുത്സാഹസമന്വിതഃ സിദ്ധസിദ്ധിർനിർവികാരഃ കർത്താ സാത്വിക ഉച്യതേ. മുക്തസംഗ എന്ന് വെച്ചാൽ സംഘമില്ല, ഒന്നിനോടും ഒട്ടലില്ല, ഒന്നിനോടും ചേർന്ന് പറ്റിച്ചേർന്ന് നിൽക്കില്ല. മുക്തിയാണ്, ഒന്നിനോടും ചേർന്ന് നിൽക്കാതെ തീരെ, അതായത് ഒന്നിനോടും ഒരു കാംക്ഷയില്ല, ആഗ്രഹമില്ല, ആ ഫലം വേണമെന്നുള്ള ആഗ്രഹമില്ലാതെ അതിനോട് ചെയ്യുന്ന പ്രവൃത്തിക്ക് സംഘം എന്ന് പറയുന്നത് എന്താണ്? ഫലേച്ഛ. ആ ഫലേച്ഛ ത്യജിച്ചയാൾ. അനഹംവാദി, ഞാനാണ് അഹം എന്ന് വെച്ചാൽ അഹംവാദി എന്ന് വെച്ചാൽ ഞാനാണ് ചെയ്യുന്നതെന്നുള്ള കർത്തൃഭാവമുള്ളയാൾ. അനഹംവാദി എന്ന് വെച്ചാൽ കർത്തൃഭാവമില്ലാത്തയാൾ. അഹം ഞാനാണ് ചെയ്യുന്നെന്നുള്ള ഭാവമില്ല. അതുപോലെ തന്നെ ധൃത ഉത്സാഹ സമന്വിത, ധൈര്യം, ഉത്സാഹം. ധൃതി എന്ന് വെച്ചാല് ധൈര്യമാണ്. ധൈര്യം, ഉത്സാഹം എന്നിവ തുടർന്ന് നിലനിർത്ത എപ്പോഴും, അതായത് പെർസിവറൻസ് ഉള്ള ആളായിരിക്കും. പെർസിവറൻസ് എന്താണ്? സ്ഥിരോത്സാഹം. സ്ഥിരോത്സാഹത്തിനാണ് പെർസിവറൻസ് എന്ന് പറയുന്നത്. എപ്പോഴും പെർസിവറൻസ് ഉണ്ടാവും. ഒന്നുകൊണ്ട് നിരാശപ്പെടുകയോ തകർന്നു പോകുകയോ ഒന്നുമില്ലാതെ ചെയ്യേണ്ട കർമ്മങ്ങള് തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് അത് നിലനിർത്തിക്കൊണ്ടേയിരിക്കും. സിദ്ധ്യാസിദ്ധ്യ നിർവികാര, ജയം പരാജയം ഒന്നും ബാധിക്കില്ല. ജയം വന്നാലും പരാജയം വന്നാലും സമനില വിട്ടുപോകാതെ അവന്റെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടേ പോകും. അങ്ങനെയുള്ള കർത്താവാണ് സാത്വിക പ്രധാനിയായ കർത്താവ്. മനസ്സിലായി? അതായത് ഫലേച്ഛ തീരെ വെടിഞ്ഞവനും ഞാനാണ് ചെയ്യുന്നത് എന്ന കർത്തൃഭാവത്തിന് ഇടം നൽകാത്തവനും ധൈര്യം, ഉത്സാഹം എന്നിവ തുടർന്ന് നിലനിർത്തുന്നവനും ജയത്തിലും പരാജയത്തിലും സമനില തെറ്റാത്തവനുമായ കർത്താവാണ് സാത്വികൻ എന്ന് പറയപ്പെടുന്നത്. കർത്താ സാത്വിക ഉച്യതേ. സാത്വിക ജ്ഞാനത്തോടുകൂടി സാത്വിക കർമ്മം ചെയ്യുന്ന ആളാണ് സാത്വിക കർത്താവ്. അതായത് സാത്വിക ജ്ഞാനമുണ്ട്, സാത്വിക കർമ്മമുണ്ട്, സാത്വിക കർത്താവ് ഉണ്ട്, അല്ലെ? അപ്പൊ സത്വഗുണം ആത്മസുഖത്തിന്റെ ഗുണമാണ്. അതുകൊണ്ട് സത്വഗുണപ്രധാനമായ കർത്താവ് താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മസുഖത്തെ വളർത്തുവാൻ വേണ്ടിയായിരിക്കും കർമ്മം ചെയ്യുന്നത്. ആത്മസുഖം അനുഭവിക്കുന്ന ആള് പിന്നെ താഴേക്ക് പതിക്കാൻ നോക്കില്ല, അത് നിലനിർത്തിക്കൊണ്ട് ഉയരുവാനേ നോക്കുള്ളൂ, അല്ലെ? അതുകൊണ്ട് ആത്മസുഖത്തെ വളർത്തുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കർമ്മം ഫലേച്ഛ വെടിഞ്ഞ കർമ്മവാസന ക്ഷയിക്കത്തക്കവണ്ണം കർമ്മം ചെയ്താലേ അത് സാധ്യമാവും. അതായത് സേവനം എന്ന് പറയുന്ന, ഭഗവാൻ സേവനം എന്ന് പറയുന്നത് അതിനാണ്. സേവനത്തിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള നമ്മൾ ഫലേച്ഛയില്ല. നമ്മൾ സേവനം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടണം. ആർക്ക് സേവനം ചെയ്താലും അയാൾ നമുക്ക് അതുപോലെ തിരിച്ചു തരണമെന്ന് നമ്മൾ കാക്ഷിക്കുന്നതേ ഇല്ല. എവിടെ സേവനം ചെയ്താലും സേവനത്തിന് വേണ്ടിയാണ് നമ്മൾ സേവനം ചെയ്യുന്നത്, കർമ്മത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു. അത് നമുക്ക് വളരെ സംതൃപ്തിയാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് സേവനത്തിലും വലിയ സാധനയില്ല.
ഭഗവാൻ സേവയ്ക്ക് പറഞ്ഞ സേവനം എന്നല്ല, സേവാ സാധന എന്നാണ്. സാധന എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് സാധന എന്ന് പറയുന്നത്. പൂജയായാലും നാമം ജപമായാലും സേവാ പ്രവൃത്തികളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആത്മീയ ഉന്നതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് സാധന എന്ന പേര് പറയാ. വെറുതെയുള്ള പ്രവൃത്തികൾക്ക് സാധന എന്ന് പറയില്ല, ആത്മീയ പ്രവൃത്തി. അപ്പൊ ഭഗവാൻ പറയുന്നത് എന്താണ്? സേവാ സാധന. സേവയിലും വലിയ ആത്മീയ സാധന ഇല്ലെന്നാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിലായില്ലേ? സ്വധർമാനുഷ്ഠാനത്തിൽ ഭയമോ അലസതയോ കടന്നുകൂടിയാൽ അത് തമസിലേക്കുള്ള പതനമാവുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് കർമ്മരംഗത്ത് ധൈര്യവും ഉത്സാഹവും തുറന്നു നിർത്തുവാനായിട്ട് സദാ ശ്രദ്ധാലുവാണ്. ഇവിടെയാണ് വേദാന്തം മനുഷ്യരെ അലസരാക്കുന്നു എന്ന് തെറ്റിച്ച് ആൾക്കാർ വാദിക്കാറുണ്ട്. വേദാന്തികളൊക്കെ വെറും അലസന്മാരാണ്. അങ്ങനെയല്ല. അവരെന്താണ് ചെയ്യുന്നത്? സത്യാന്വേഷിയുടെ കർമ്മം പരിശോധിച്ചാൽ അവർക്ക് എപ്പോഴും അവർ ഉത്സാഹികളായിരിക്കും. അവരുടെ ധൃതിയാണ് ഉത്സാഹം. അതുപോലെ ധൈര്യം അവരുടെ പ്രവൃത്തികളിലൊക്കെ കാണാനുണ്ടാവും. മനുഷ്യനെ അലസനാക്കുന്നത് വേദാന്തമല്ല, അവന്റെ സ്വഭാവമായ തമോ ഗുണമാണ്. തമോ ഗുണപ്രധാനികളായ ആൾക്കാരാണ് അലസരാകുന്നത്. മാറ്റി മാറ്റി വെക്കുക. ഏത് ജോലിയും പ്രോക്രാസ്റ്റിനേഷൻ എന്നല്ലേ, മാറ്റി മാറ്റി നാളെ ചെയ്യാം എന്ന് മാറ്റി മാറ്റി വെക്കും. പിന്നെ ചെയ്യാനൊട്ട് സമയവും കിട്ടില്ല. അങ്ങനെ വിജയത്തിലും പരാജയത്തിലും മനസ്സിന്റെ സമനില നഷ്ടപ്പെടുത്താത്തതിന് മാത്രമേ സത്യം തെളിഞ്ഞു വരികയുള്ളൂ എന്ന് സാത്വിക കർത്താവ് നല്ലതുപോലെ അറിയുന്നു. ഇനി രജോ ഗുണപ്രധാനിയായ കർത്താവിന്റെ കാര്യമാണ് ഭഗവാൻ പറയുന്നത്. രാഗീ കർമ്മഫല പ്രേപ്സു ലുബ്ധോ ഹിംസോത്തമാശുചി അശുചി ഹർഷശോകാന്വിത കർത്ത രാജസ പരികീർത്തിത. രാഗിയാണ്, അനുരാഗൻ. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. മനസ്സിലായില്ലേ? തനിക്ക് ഇഷ്ടമുള്ളത് സംഭവിക്കണമെന്ന് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി കൊതിച്ചുകൊണ്ടാണ് ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. കർമ്മഫല പ്രേപ്സു, അതുകൊണ്ട് കർമ്മഫലേച്ഛ നിരന്തരം മനസ്സിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഫലം വേണമെന്ന് കാക്ഷിക്കുന്നതുകൊണ്ട് കർമ്മഫലേച്ഛയിൽ തന്നെയായിരിക്കും അയാളുടെ മനസ്സ് സദാ രമിക്കുക. അത് കഴിഞ്ഞിട്ടോ ലുബ്ധാണ്. കിട്ടിയതൊന്നും, ലുബ്ധം എന്ന് വെച്ചാൽ പിശുക്ക് മാത്രമല്ല. ലുബ്ധെന്ന് പിശുക്കെന്നും പറയും. ഉള്ളതിനെ കൊടുക്കാതിരിക്കുക, അതും ലുബ്ധാണ്. പക്ഷെ ഇത് കിട്ടിയതൊന്നും പോരാ, തൃപ്തിയില്ലായ്മ, അതിനും ലുബ്ധെന്ന് പറയും. കിട്ടിയതൊന്നും മതിയാകാത്തത് ഹിംസാത്മക. അപ്പൊ എന്താണ്? ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും. അത് എങ്ങനെയെങ്കിലും ഞാൻ വിചാരിച്ച കാര്യം സാധിക്കണം, അതിനുവേണ്ടി തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യും. പരദ്രോഹത്തിൽ ഒരാൾക്കുള്ളത് വേണമെങ്കിൽ തട്ടിപ്പറിച്ചിട്ടും അവന് നമ്മുടെ നാട്ടിലിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. ഈ മാതിരിയുള്ള ആൾക്കാരാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോ പരദ്രോഹത്തിന് ഒരു മടിയുമില്ല. മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടും അവനവന്റെ കാര്യം സാധിക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. അശുചി, ചിത്തശുദ്ധിയെ ഉണ്ടാവില്ല. ശുചി എന്ന് വെച്ചാൽ ചിത്തശുദ്ധിക്കാണ് ശുചി, ശുചിത്വം, അത് ചിത്തശുദ്ധിയാണ്. അപ്പൊ ഇവിടെ അശുചി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചിത്തശുദ്ധി ഒന്നുമില്ല. അയാൾക്ക് പരദ്രോഹം ചെയ്യാനൊന്നും മടിയില്ലാത്ത ആൾക്ക് എങ്ങനെയാ ചിത്തശുദ്ധി ഉണ്ടാവുക? അപ്പം ഹർഷശോകാന്വിത, സന്തോഷം വരും സന്താപം വരും, മാറി മാറി സന്തോഷിച്ചും സങ്കടപ്പെട്ടുകൊണ്ടും ഇരിക്കും. മനസ്സിലായില്ലേ? അത് കർത്താവ്. അങ്ങനെയുള്ള കർത്താവാണ് രാജസ കർത്താവ്. തനിക്ക് ഇഷ്ടമായത് സംഭവിക്കണമെന്ന് സദാ കൊതിക്കുന്നവനും അതുകൊണ്ട് കർമ്മഫലേച്ഛയിൽ നിരന്തരം മനസ്സ് പറ്റി നിൽക്കുന്നവനും കിട്ടിയതൊന്നും മതിയാകാത്തവനും കാര്യം നേടാൻ പരദ്രോഹത്തിന് മടിക്കാത്തവനും ചിത്തശുദ്ധി ഇല്ലാത്തവനും ഇടവിട്ട സന്തോഷ സന്താപങ്ങൾക്ക് വഴങ്ങുന്നവനുമായ കർത്താവിനെ രാജസനായ കർത്താവ് എന്ന് പറയുന്നു. അപ്പൊ താമസന്റെ കാര്യം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാം അല്ലെ? കർത്താ രാജസ പരികീർത്തിത. രജോ ഗുണം ആത്മസുഖത്തെ മറയ്ക്കുന്നു. സത്വഗുണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മനിൽ രമിക്കാൻ പറ്റൂ. നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമുക്ക് സുഖിക്കണമെങ്കിൽ, സന്തോഷിക്കണമെങ്കിൽ, ആത്മസുഖം അനുഭവിക്കണമെങ്കിൽ രജോ ഗുണത്തിൽ അത് പറ്റില്ല. സത്വഗുണത്തിൽ മാത്രമേ അത് പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? ആത്മസുഖം ഇല്ലാതെ ആയതുകൊണ്ട് പുറത്തുള്ള ജഡപദാർത്ഥങ്ങളിലേക്ക് ശ്രദ്ധ തിരിയും. പുറത്തുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് സുഖം കിട്ടുന്നത് എന്ന് ഭ്രമിക്കാൻ ഇടവരുന്നു. അതുകൊണ്ട് എപ്പോഴും പുറത്തു നിന്നും തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം കിട്ടണം എന്ന ചിന്തയാണ് രാഗം. ഞാൻ വിചാരിച്ച സാധനങ്ങൾ എനിക്ക് പുറത്തു നിന്നും കിട്ടണം. അകത്തേക്ക് നോക്കാനുള്ള കഴിവില്ലല്ലോ, അതുകൊണ്ട് പുറത്തുനിന്ന് കിട്ടണം. അതിന് രാഗം. ഇഷ്ടം നടക്കുമോ നടക്കില്ലേ എന്ന് നിരന്തരമായ ഫലചിന്തയാണ് രാഗത്തിന്റെ അനന്തരഫലം. ഇനി പല ഇഷ്ടങ്ങളും നടന്നു എന്നിരിക്കട്ടെ, സുഖം അതില്
ഭൗതികമായതുകൊണ്ട് അല്ലാത്ത എന്തൊക്കെ ലഭിച്ചാലും തൃപ്തി വരില്ല. ഭൗതികമാണല്ലോ, അത് നശ്വരമല്ലേ. അതുകൊണ്ട് എന്ത് കിട്ടിയാലും തൃപ്തി ഉണ്ടാവില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ ഇത് ചുറ്റും. അസൂയ തുടങ്ങിയ ദോഷങ്ങളെല്ലാം ചിത്തം കലുഷമാക്കും. തനിക്ക് കിട്ടാൻ താൻ ആഗ്രഹിച്ച സാധനം വേറൊരാൾക്ക് കിട്ടുകയാണെങ്കിൽ, തൻ്റെ കുട്ടിക്ക് കിട്ടേണ്ട മാർക്ക് മറ്റൊരു കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ഉടനെ അസൂയയായി. അതുപോലെ തനിക്ക് കിട്ടേണ്ട പ്രൊമോഷൻ വേറൊരാൾക്ക് വേറൊരു സ്ഥലത്ത് കിട്ടും. തൻ്റെ കൂട്ടുകാരൻ തന്നെക്കാളും ഉയർന്ന നിലയിൽ ജീവിക്കുകയാണെങ്കിൽ, തൻ്റെ അയൽക്കാർ തന്നെക്കാളും നല്ലൊരു കാറോ ഫ്രിഡ്ജോ വാങ്ങിക്കുകയാണെങ്കിൽ ഒക്കെ അസൂയയായി. മനസ്സിലായില്ലേ? അതാണ് രജോ ഗുണത്തിന്റെ ഒരു ദോഷം. ചിത്തം തന്നെത്താനെ കലുഷമാവും. മറ്റുള്ളവർക്ക് അതുകൊണ്ടൊരു പ്രശ്നവുമില്ല, പക്ഷെ അവര് തന്നെ ചിത്തം കലുഷമാക്കിക്കൊണ്ടേയിരിക്കും. തുടർന്ന് പരദ്രോഹം ചെയ്തും കൂടുതൽ കൂടുതൽ നേടാൻ കൊതിയുണ്ടാകും. ഇതാണ് ലുബ്ധ. ഇനി എന്തൊക്കെ നിഷ്കർഷിച്ചാലും ഇഷ്ടം മാത്രം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോക നിയമമല്ല. ലോകത്തില് ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നത് പോലെ സുഖദുഃഖങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഒന്നിലൊരിക്കലും അത് ലോകം ഉറച്ചു നിൽക്കുകയില്ല. ഇത് ലോക നിയമമല്ല. ഇഷ്ടവും അനിഷ്ടവും മാറി മാറി വരും. അപ്പോഴൊക്കെ എന്താണ് ചെയ്യുക? നൈമിഷികമായ ഇഷ്ടം വരുമ്പോ സന്തോഷിക്കും, ഇഷ്ടമില്ലാത്ത വരുമ്പോ സങ്കടപ്പെടും. അപ്പൊ മാറി മാറി ഇങ്ങനെ താഴ്ന്നും പൊങ്ങിയും നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ രാഗദ്വേഷ സന്തോഷ സന്താപ ചുഴികളിൽ പെട്ട സ്ഥിരമായ ലക്ഷ്യബോധമില്ലാത്ത ഒരു കർത്താവാണ് രാജസ ഗുണപ്രധാനനായ കർത്താവ്. നീ അയുക്ത പ്രാകൃതസ്തബ്ധ ശരോ നൈഷ്കൃതികി ആലസഃ വിഷാദി ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്യതേ. അയുക്ത, ഭൗതിക കാര്യങ്ങൾ അല്പമായ ഏകാഗ്രത പോലും ഇല്ലാതെ മനസ്സ് സദാ ചലിച്ചു. ഏതെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കും, ഒന്നിനും ശ്രദ്ധയില്ല. മനസ്സിലായില്ലേ? പ്രാകൃത, സ്വയം പ്രകൃതി വികാരങ്ങൾക്ക് വിവേകമില്ലാതെ അടിമപ്പെടുന്ന, അതായത് ഈ അവനവന്റെ ആഗ്രഹങ്ങൾക്ക്, ഇപ്പൊ കള്ളു കുടിക്കണമെന്നോ അല്ലെങ്കിൽ ലൈംഗികമായ ആഗ്രഹങ്ങൾ, അതാണ് ആൾക്കാർ പീഡനങ്ങളൊക്കെ ചെയ്യുന്നത്. താമസപ്രധാനികളായ ആൾക്കാരാണ് അതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കാരണം അവർക്ക് ആ പ്രാകൃതമായ മോഹങ്ങൾ എങ്ങനെയെങ്കിലും സാധിക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. വിവേകമില്ലാതെ അതിലൊക്കെ ഇടപെടും. സ്തബ്ധ, ആരുടെ മുമ്പിലും ഗർവം നശിക്കുന്നവനും. ഷഠ, മർക്കടമുഷ്ടിയാണ്. ഷഠൻ എന്ന് പറഞ്ഞാൽ മർക്കടമുഷ്ടി. നൈഷ്കൃതിക, അന്യന്റെ ഉപജീവന മാർഗത്തെ തടയുന്നവനും. അലസ, കർത്തവ്യ വിമുഖനും. വിഷാദി, എപ്പോഴും വിഷാദാത്മകനും. ദീർഘസൂത്രീജ, ചെയ്യേണ്ട കാര്യങ്ങളെ പിന്നെ 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 എന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോകുന്നവനും ആയ കർത്താവാണ് താമസപ്രധാനനായ കർത്താവ്. അതായത് ഭൗതിക കാര്യങ്ങളിൽ അല്പമായ ഏകാഗ്രത പോലും ഇല്ല. അതായത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ച ഒന്നിലും ഏകാഗ്രത ഉണ്ടാവില്ല. സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സായിരിക്കും. സ്വന്തം പ്രകൃതി വികാരം എന്ന് വെച്ചാല് നമ്മുടെ ഇന്ദ്രിയ വികാരങ്ങൾക്ക് ഒരു വിവേകമില്ലാതെ അടിമപ്പെട്ടു പോകും. ആരുടെ മുന്നിലും ഗർവം നടിക്കും. മർക്കടമുഷ്ടിക്കാരനായിരിക്കും. അന്യന്റെ ഉപജീവ മാർഗത്തെ തടയും. ജോലി ചെയ്യാൻ ഭയങ്കര വിമുഖതയായിരിക്കും. ആ വിമുഖനായിരിക്കും. അതുപോലെ ഇതെങ്ങനെയൊക്കെ ആയതുകൊണ്ട് നാച്ചുറലായിട്ട് മനസ്സും എടുക്കും. അപ്പം വിഷാദാത്മകനായിരിക്കും. എപ്പോഴും ഒരു വിഷാദവും ഒരു ദുഃഖഭാഗവും ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ളവരുടെ പുറത്ത്. എപ്പോഴും ഒരു നിരാശയോ നമ്മൾക്ക് അവരെ കണ്ടാൽ നമ്മുടെ ശാന്തത കൂടെ പോകും. അങ്ങനെയുള്ള ആൾക്കാരാണ്. അതുപോലെ ഏത് കാര്യം ചെയ്യുന്നതും നീട്ടിക്കൊണ്ടുപോകും. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്കാണ് തമോ ഗുണപ്രധാനനായ കർത്താവ് എന്ന് പറയുന്നത്. കർത്താ താമസ ഉച്യതേ. സ്വാർത്ഥകാര്യങ്ങളിൽ പോലും, സ്വന്തം കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധമുള്ള മനസ്സിന്റെ അത്യന്തമായ ചഞ്ചലതയാണ് തമോ ഗുണിയുടെ അയുക്തത്വം. നൈമിഷികമായ കാമക്രോധ ലോഭാദി വികാരങ്ങൾക്ക് സ്ഥലകാല ഭേദമന്യേ അടിമപ്പെടും. എവിടെ ആരുടെ മുമ്പിലെന്നൊന്നും നോട്ടമില്ല. ഒരു വികാരം വന്ന് അതങ്ങ് വിക്ഷുബ്ധമായിട്ട് പ്രകടിപ്പിക്കും. അതാണ് അയാളുടെ സ്വഭാവം. അവിനയവും നിർബന്ധബുദ്ധിയും അയാളെ വിട്ടുമാറുകയില്ല. സ്വാർത്ഥലാഭത്തിനോ ക്രൂര വിനോദത്തിനോ വേണ്ടി അന്യന്റെ ഉപജീവന മാർഗം പോലും തടയാൻ അയാൾ മടിക്കുകയില്ല. സ്വകൃത്യമൊന്നും നേരെ അനുഷ്ഠിക്കാതെ മിക്കവാറും അലസനായിട്ട് കഴിഞ്ഞുകൂടും. മുഖത്ത് വിഷാദാത്മകത എപ്പോഴും കളിയാടും. തമോ ഗുണത്തിന്റെ പ്രകടമായ ലക്ഷണമാണ് വിഷാദാത്മകത. താൻ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നാളെ എന്ന് മാറ്റിവെച്ച് അലസത വളർത്തും.
തമോ ഗുണപ്രധാനനായ കർത്താവ് ഇഹത്തിലും പരത്തിലും പരാജിതനായി ഭവിക്കുന്നു. തമോ ഗുണജ്ഞാനവും തമോ ഗുണ കർമ്മവും ഇയാളുടെ നിത്യ സഹചാരികളായിരിക്കും. തമോ ഗുണ കർത്താവിന്റെ ഗുണമാണെന്ത്? അറിവാണ് തമോ ഗുണജ്ഞാനം. അയാളുടെ കർമ്മമാണ് തമോ ഗുണ കർമ്മം. ബുദ്ധേർഭേദം ധിതേശ്ചൈവ ഗുണസ്ത്രിവിധം ശൃണുഃ പ്രോപ്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ. ഇങ്ങനെ ഭഗവാൻ കർമ്മ വിശകലനം പൂർത്തിയാക്കി. കർമ്മത്തിന്റെ സത്വഗുണ രജോ ഗുണ തമോ ഗുണങ്ങളെ പറ്റി ഭഗവാൻ പറഞ്ഞു തന്നു. കർത്താവിൻ്റെതും പറഞ്ഞു തന്നു. ഇനി ഇപ്പോഴ് ബുദ്ധിയെ പറ്റി. ബുദ്ധിക്കുമുണ്ട് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും. ബുദ്ധിയും ധൃതിയും ഗുണസംഖ്യാനം അനുസരിച്ച് എങ്ങനെയാണ് വേർതിരിയുന്നതെന്ന് പറയാനാണ് പോകുന്നത്. ധനഞ്ജയ, അല്ലയോ അർജുന, ബുദ്ധേ അതായത് ബുദ്ധിയുടെയും ധൃതിയുടെയും ഗുണത ത്രിഗുണാശ്രയമായ ത്രിവിധം ഭേദം, 3 വിധ ഭേദം അശേഷേണ സമഗ്രമായി പൃഥക്ത്വേന തിരിച്ച് പ്രോച്യമാന ഞാൻ പറയാൻ പോകുന്നു. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, ഇനി ഞാൻ എന്താണ് പറയാൻ പോണെന്ന് അറിയാമോ? ഇതുവരെ ജ്ഞാനം, കർമ്മം, കർത്താവ് ഇവരെ പറ്റി പറഞ്ഞു തന്നില്ലേ? അതുപോലെ ഞാനിനി വേറൊരു കാര്യം നിനക്ക് പറഞ്ഞു തരാൻ പോവാണ്. എന്താണത്? അല്ലയോ അർജുന, ബുദ്ധിയുടെയും ധൃതിയുടെയും ത്രിഗുണാശ്രയമായ 3 വിധം ഭേദം സമഗ്രമായിട്ട് വേർതിരിച്ച് പ്രത്യേകം ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് എന്നൊരു ഇൻട്രൊഡക്ഷൻ പറയാണ് ഭഗവാൻ. ത്രിവിധം ശൃണു, കേൾക്ക്. 3 വിധത്തിൽ എങ്ങനെയാണ് അവ വർത്തിക്കുന്നതെന്ന്, അതായത് ബുദ്ധിയും ധൃതിയും അതെങ്ങനെയാണെന്ന് കേൾക്കൂ എന്ന് പറയാ. ജ്ഞാനഭേദം എല്ലാം വെളിപ്പെടുത്തി. നിലനിൽപ്പിലെ വസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ആ ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിതഗതി എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുന്ന അന്ധക്കരണമാണ് ബുദ്ധി. ബുദ്ധിയും അന്ധക്കരണവും ഒന്ന് തന്നെയാണ്. എവിടെയാണോ വസ്തുബോധത്തിന്റെ കൂടുതൽ കുറവാണ്, ബുദ്ധിയാണല്ലോ തീരുമാനങ്ങളെ ആശ്രയം. നമ്മുടെ ബുദ്ധി കൊണ്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ചെയ്യണമോ ചെയ്യണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ അന്ധക്കരണമായ ബുദ്ധി കൊണ്ടാണ്. മനസ്സിലായില്ലേ? വസ്തുബോധത്തിന്റെ തീരുമാനങ്ങളൊക്കെ ബുദ്ധിയുടെ തീരുമാനങ്ങളാണ്. ബുദ്ധിയുടെ തീരുമാനങ്ങളിൽ ഉപകരണങ്ങളെ ഉറപ്പിച്ചു നിർത്തി പ്രവർത്തിപ്പിക്കാനുള്ള കഴിവിനാണ് ധൃതി എന്ന് പറയുന്നത്. അതായത് ബുദ്ധി ധൃതി രണ്ടിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറഞ്ഞു. ബുദ്ധി എന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ വസ്തുബോധം തന്നെയാണ് ബുദ്ധി. അപ്പൊ ധൃതി എന്താണ്? അതിനെ ബുദ്ധിയുടെ തീരുമാനങ്ങളെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുവാൻ സ്വാധീനിക്കുന്ന പ്രവർത്തിപ്പിക്കാനുള്ള കഴിവിനാണ് ധൃതി എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഒരു ജീവന്റെ അകവും പുറവും എങ്ങനെ ആയിരിക്കണമെന്നുള്ള തീരുമാനിക്കുന്ന ഘടകം, ഒരേ ഒരു ഘടകം ആ ജീവസ്വരൂപത്തിലെ ഗുണഘടനയാണ്. ഒരു ജീവന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ ജീവന്റെ ഗുണസ്വരൂപമാണ്, ഗുണഘടനയാണ്. അത് തന്നെയാണ് ജീവന്റെ സ്വഭാവം. ആ ജീവൻ ഇവിടെ പറയുമ്പോൾ വ്യക്തി എന്നൊക്കെ നോക്കുവാണെങ്കിൽ പറയാം. വ്യക്തിയുടെ സ്വഭാവം അയാളിലെ ഗുണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ജീവന്മാരെ കൊണ്ട് നിറഞ്ഞ ലോക വ്യവഹാരം ജീവസ്വഭാവങ്ങളെ മാത്രം ആശ്രയിക്കുന്നതാണല്ലോ. അതുകൊണ്ടാണ് ജീവസ്വരൂപത്തിലെ ഓരോ ഘടകവും ത്രിഗുണങ്ങളെ ആശ്രയിച്ച് വേർതിരിയുന്നത് എന്ന് ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം ഈ ത്രിഗുണങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ത്രിഗുണാധിഷ്ഠിതമാണ് ലോകം തന്നെ. ആ ത്രിഗുണങ്ങൾ അതിനെ ആശ്രയിച്ചു കൊണ്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും വേർതിരിയുന്നതെന്ന് ഭഗവാൻ ഇനി കൃത്യമായിട്ട് കാണിച്ചു തരാൻ പോവാണ്. ഇത് നല്ലവണ്ണം നമ്മൾ ധരിക്കുകയാണെങ്കിൽ ജീവലോകത്ത് പിന്നെ ഒന്നും അറിയാൻ അവശേഷിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് വിശദമായി ചർച്ച ചെയ്യുന്ന ഈ വസ്തുത നല്ലവണ്ണം ധരിച്ചാൽ ജീവലോകത്ത് പിന്നെ ഒന്നും അറിയുവാൻ അവശേഷിക്കുന്നില്ല. നമുക്ക് എല്ലാ അറിവും ഉണ്ടായിക്കഴിയും. തുടർന്ന് സാത്വിക ബുദ്ധിയുടെ ലക്ഷണമാണ് ഭഗവാൻ പറയാൻ പോണത്. സാത്വിക ബുദ്ധി എന്ന് വെച്ചാൽ എന്താണ്? പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ജയാ വേത്തി ബുദ്ധി സാപാർത്ഥ സാത്വികി. പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും രണ്ടാണ് ഉള്ളത് അല്ലെ. പ്രവൃത്തി മാർഗം എന്താണ്? കർമ്മവാസന വളർത്തുന്ന പ്രവൃത്തിയാണ് പ്രവൃത്തി മാർഗം. നിവൃത്തി മാർഗം എന്താണ്? കർമ്മവാസന ക്ഷയിപ്പിച്ച് നമ്മളെ മുക്തരാക്കുന്നതാണ് നിവൃത്തി മാർഗം. അപ്പം കർമ്മവാസന ക്ഷയിപ്പിക്കുന്ന നിവൃത്തി എന്ത്? കാര്യ അകാര്യ, കാര്യവും അകാര്യവും. ഏതാണ് ചെയ്യാവുന്നത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത്? ഭയ അഭയ. ഭയം എന്ന് വെച്ചാൽ എന്താണ്?
അഭയം, അഭയം എന്ന് വെച്ചാൽ നിർഭയത്വം. നിർഭയത്വം എന്ന് വെച്ചാൽ എന്താണ്? ബന്ധം, മോക്ഷം. ബന്ധമെന്ത്, മോക്ഷമെന്ത്? യാ ബുദ്ധി വേത്തി, ഇതെല്ലാം ബുദ്ധി എങ്ങനെ വേർതിരിച്ചറിയുന്നു? സാ ബുദ്ധി, ആ ബുദ്ധിയാണ് പാർത്ഥ സാത്വിക ബുദ്ധി. അതായത് ഈ മാതിരിയുള്ള വേർതിരിവിനെ നന്നായിട്ട് വിവേചന ബുദ്ധിയോടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് സാത്വിക ബുദ്ധി എന്ന് പറയുന്നത്. കർമ്മവാസന വളർത്തുന്ന പ്രവൃത്തി എന്ത്? കർമ്മവാസന ക്ഷയിപ്പിക്കുന്ന നിവൃത്തി എന്ത്? ചെയ്യാൻ പാടില്ലാത്തതെന്ത്? ഭയമെന്ത്, അഭയമെന്ത്, ബന്ധമെന്ത്, മോക്ഷമെന്ത്? ഇതെല്ലാം ഏത് ബുദ്ധിയാണോ വേർതിരിച്ചറിയുന്നത്, അല്ലയോ അർജുന, ആ ബുദ്ധിയാണ് സത്വഗുണ പ്രധാനമായ ബുദ്ധി. സാ ബുദ്ധി സാത്വികി. സത്യമാർഗവും അസത്യമാർഗവും വ്യക്തമായി വേർതിരിച്ചറിയുന്ന ബുദ്ധിയാണ് സത്വഗുണ പ്രധാനമായ ബുദ്ധി. അതായത് രണ്ട് മാർഗങ്ങളേ ഉള്ളൂ ലോകത്ത്, സത്യമാർഗം, അസത്യമാർഗം. അത് രണ്ടിനെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് സത്യമാർഗത്തിലെ മാത്രം ഫോളോ ചെയ്യുന്ന ബുദ്ധിയാണ് സത്വബുദ്ധി. മനസ്സിലായില്ലേ? വ്യക്തമായ വസ്തുബോധമാണ് ബുദ്ധിയുടെ ഉറവിടം. ഈ ബുദ്ധിക്ക് പ്രവൃത്തിയും നിവൃത്തിയും വേർതിരിയുന്നു. കർമ്മം എന്താണ് അനുഷ്ഠിക്കുന്നതും എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, എങ്ങനെ അനുഷ്ഠിച്ചാൽ അത് ബന്ധകാരണമാകും എന്നെല്ലാം മനസ്സിലാവുന്നതാണ് പ്രവൃത്തി മാർഗം. എങ്ങനെ അനുഷ്ഠിച്ചാൽ ബന്ധം ഉണ്ടാവുകയില്ല, ഇക്കാര്യം നല്ലതുപോലെ അറിയാൻ കഴിയുമെന്നത് ആണ് താല്പര്യം. അതായത് പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത് തന്നെയാണ്. പ്രവൃത്തി മാർഗം നമ്മളെ ബന്ധനസ്ഥരാക്കും, നിവൃത്തി മാർഗം അതിന്റെ അർത്ഥം തന്നെ, നിവൃത്തി എന്ന് കേട്ടാൽ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാവും, നമ്മളെ മോക്ഷം, മുക്തി നൽകും നമുക്ക്. ഫലേച്ഛയോടെ അനുഷ്ഠിച്ചാൽ കർമ്മവാസന വളർന്ന് കർമ്മം ബന്ധകാരണമായി തീരും. അതാണ് പ്രവൃത്തി. ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. ഫലേച്ഛ വെടിഞ്ഞ് ഈശ്വരബുദ്ധിയോടുകൂടി അനുഷ്ഠിച്ചാൽ, അതാണ് ഈശ്വരനാണ് കർത്താവ്, ഈശ്വരന് ചെയ്യുന്ന ആരാധനയാണ് എൻ്റെ കർമ്മം എന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് കർമ്മവാസന ക്ഷയിപ്പിച്ചിട്ട് നമുക്ക് കർമ്മത്തിന്റെ ഫലത്തിൽ ആഗ്രഹമില്ല, കർമ്മഫലം വെടിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മോക്ഷം ഉണ്ടാകും. ഇതാണ് നിവൃത്തി. വാസനാക്ഷയത്തിന് സഹായിക്കുന്ന നിവൃത്തി കാര്യം. വാസനയെ വളർത്തുന്നത് പ്രകൃതി. പ്രകൃതി അകാര്യമാണ്, നിവൃത്തി കാര്യമാണ്. പലതിന്റെ തോന്നലാണ് ഭയം. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഭയമില്ലാതിരിക്കുന്നത്? അപ്പൊ നമ്മൾ വീട്ടിൽ ചുമ്മാതെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഭയവുമില്ല. പെട്ടെന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു നിഴല് കണ്ടു, ഒരു നിഴലാടി, അപ്പൊ നമുക്ക് ഭയം തോന്നി. എന്തുകൊണ്ടാണ്? പലതുണ്ടെന്നുള്ള തോന്നലുകൊണ്ട്. നമ്മൾ ഇതൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ഭയവും ഉണ്ടാവില്ലായിരുന്നു. അപ്പം പലതിന്റെ തോന്നലാണ് ഭയം. അദ്വൈത ബ്രഹ്മാവബോധമാണ് അഭയം. നമുക്ക് അദ്വൈതമായ ബ്രഹ്മാവബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഭയം ഉണ്ടാവുകയില്ല. കർമ്മവാസനയാണ് ബന്ധം, വാസനാക്ഷയമാണ് മോക്ഷം. ഭഗവാൻ പറയും മോഹക്ഷയം മോക്ഷ. മോഹങ്ങളാണ് നമ്മൾക്ക് എല്ലാ വാസനകൾ ഉണ്ടാക്കുന്നത്. മോഹങ്ങൾ കൊണ്ടാണ് നമ്മളെല്ലാം കർമ്മ ഫലം വിചാരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് സത്യസായി ബാബ പറഞ്ഞു, മോഹം ക്ഷയിപ്പിക്കൂ, നിങ്ങൾക്ക് മോക്ഷം കിട്ടും. മോഹക്ഷയം മോക്ഷ. ഇവിടെ ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത്, വാസനാക്ഷയമാണ് മോക്ഷം. ഇതെല്ലാം വ്യക്തമായി അറിയുന്ന ബുദ്ധിയാണ് സാത്വിക ബുദ്ധി. രാജസബുദ്ധിയെ പറ്റി ഭഗവാൻ പറയുന്നു, ഏയാ ധർമ്മമധർമ്മം കാര്യം ചാകാര്യമേവ ച അയഥാവത് പ്രജാനാദി ബുദ്ധി സാ പാർത്ഥ രാജസി. ഏയാ എന്ന് വെച്ചാൽ ഏതൊരു ബുദ്ധി നിമിത്തമാണോ ധർമ്മം ച, ധർമ്മത്തെയും അധർമ്മത്തെയും, കാര്യം ച അകാര്യം, കാര്യത്തെയും അകാര്യത്തെയും, അയഥാവത് പ്രജാനാദി സ്നേഹപൂർവം ധരിക്കുന്നത്, പാർത്ഥ അല്ലയോ അർജുന, സാ ബുദ്ധി രാജസി, ആ ബുദ്ധിയാണ് രജോ ഗുണം ബുദ്ധി എന്ന് പറയുന്നത്. ഏതൊരു ബുദ്ധി നിമിത്തമാണോ ധർമ്മത്തെയും അധർമ്മത്തെയും, കാര്യത്തെയും അകാര്യത്തെയും സന്ദേഹപൂർവം ധരിക്കുന്നത്, സന്ദേഹപൂർവ്വം അതായത് സംശയമാണ്. സംശയാത്മാ വിനിശ്രുതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർക്ക് നാശമാണ് ഉണ്ടാവുക. ഇവിടെ രജോ ഗുണിക്ക് സന്ദേഹമാണ്, എപ്പോഴും എല്ലാത്തിനും സംശയമാണ്. അപ്പം ഏതൊരു ബുദ്ധി നിമിത്തമാണോ ധർമ്മവും അധർമ്മവും കാര്യവും അകാര്യവും സന്ദേഹത്തോടുകൂടി, സംശയത്തോടുകൂടി ധരിക്കുന്നത്, അല്ലയോ അർജുന, ആ ബുദ്ധിയാണ് രജോ ഗുണ ബുദ്ധി. സാ ബുദ്ധി രാജസി. വ്യക്തമായ വസ്തുബോധ ഇല്ലായ്മയാണ് രാജസി ബുദ്ധിക്ക് കാരണം.
എങ്ങും നിറഞ്ഞു വിലസുന്ന ബ്രഹ്മം കാണാനില്ലാത്തത് കൊണ്ട് ഉണ്ടോ എന്ന് സംശയം. ആ, ഈശ്വരനുണ്ടോ? ഒന്നും കാണാനില്ലല്ലോ, ഒന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചു. ആ, ഈശ്വരനൊന്നും ഇല്ല. ഈശ്വരന്റെ പ്രത്യേക പ്രകടതയാണ് പ്രപഞ്ചം എന്നുള്ളതും സൃഷ്ടി എന്നുള്ളതും മറന്നു പോകുന്നു. അതാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം നേരിട്ട് കാണാൻ വയ്യാത്തോണ്ട്, കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്തോണ്ട് ഇല്ല എന്നങ്ങ് തീരുമാനിക്കും. കാണാനുള്ളത് കൊണ്ട് ജലപ്രപഞ്ചം സത്യമാണെന്ന് എല്ലാം കാണുന്നത് കൊണ്ട് ഈശ്വരനൊന്നും ഇല്ല, ഈ ജഡപ്രപഞ്ചമാണ് സത്യം എന്ന് രാജസ ബുദ്ധി വിചാരിക്കുന്നു. അതിന്റെ പുറകിൽ നിൽക്കുന്ന ഈ അദൃശ്യനായ ഈശ്വരനെ പറ്റി തെറ്റായ ധാരണ അല്ലെങ്കിൽ സന്ദേഹം അല്ലെങ്കിൽ സംശയം വെച്ച് പുലർത്തുന്നു രാജസ ബുദ്ധിക്കാർ. മനസ്സിലായില്ലേ? ഇവിടെയാണ് അതിന്റെ സംശയം തുടങ്ങുന്നത്. സത്യത്തോട് അടുപ്പിക്കുന്നതാണ് ധർമ്മം, സംസാര ബന്ധത്തിന് ശക്തി കൂട്ടുന്നതാണ് അധർമ്മം. നമ്മളെ ഈശ്വരനുമായിട്ട് അടുപ്പിക്കുന്നത് ഏതൊരു കാര്യവും ധർമ്മം എന്ന് പറയാം. ഈശ്വരനിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ട് നമ്മൾ ഈ സംസാരത്തിലേക്ക്, അതായത് ലൗകികത്തിലേക്ക് ബദ്ധരാക്കുന്ന ഏതാണോ അതെല്ലാം അധർമ്മമാണ്. രജോ ഗുണപ്രധാനി സംസാര ബന്ധത്തിന് ശക്തി കൂടുന്നതാണ് ധർമ്മം എന്ന് സ്വയം കരുതുന്നു. സംഘമില്ലാതെയുള്ള പ്രവൃത്തിയാണ് കാര്യം. അതായത് ഒരു പ്രവൃത്തി ചെയ്യുമ്പം അതിനോട് സംഘമില്ല. ഞാനൊരു ഉപകരണമായിട്ട് ഭഗവാന് വേണ്ടി ചെയ്യുന്ന ആരാധനയാണ് എൻ്റെ കർമ്മം. അതിന്റെ ഫലകാംക്ഷയൊന്നുമില്ല. അതിനാണ് കാര്യം എന്ന് പറയുന്നത്. അകാര്യം എന്ന് പറയുന്നത് എന്താണ്? സംഘബദ്ധമായ പ്രവൃത്തി. അതിന്റെ ഫലം കാക്ഷിച്ചുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിക്കാണ് അകാര്യം എന്ന് പറയുന്നത്. രാജസ്യ ബുദ്ധി സംഘബദ്ധമായ പ്രവൃത്തി കാര്യമായി തെറ്റിദ്ധരിക്കുന്നു. ഇനി താമസ്യ ബുദ്ധിയെ പറ്റി ഭഗവാൻ പറയുന്നു. അധർമ്മം ധർമ്മമിതിയാ മന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാന്ത ബുദ്ധിസാ പാർത്ഥ താമസി. തമസാ ആവൃത, അജ്ഞാനം കൊണ്ട് പൂർണ്ണമായും മറയ്ക്കപ്പെട്ടത്. യാ ബുദ്ധി, ഏത് ബുദ്ധിയാണോ അധർമ്മം, അധർമ്മത്തെ ധർമ്മം ഇതി ധർമ്മമായും, സർവാർത്ഥാൻ എല്ലാ കാര്യങ്ങളെയും, വിപരീതാൻ നേരെ വിരുദ്ധമായ ദിശയിലും, മന്യതേ കരുതുന്നത്, പാർത്ഥ അല്ലയോ പാർത്ഥ, ആ ബുദ്ധിയാണ് താമസ ബുദ്ധി. എല്ലാം തലതിരിച്ച് കാണുന്നു നമ്മൾ പറയില്ലേ, അതാണ്. അജ്ഞാനം കൊണ്ട് പൂർണ്ണമായി മറയ്ക്കപ്പെട്ട ഏത് ബുദ്ധിയാണോ അധർമ്മത്തെ ധർമ്മമായും എല്ലാ കാര്യങ്ങളെയും നേരെ വിരുദ്ധമായ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ നേരെ, അതായത് ദോഷൈക ദുഃഖം നമ്മൾ പറയില്ലേ, എന്ത് കാര്യം ഒരു കൂട്ടാൻ കൊണ്ട് വെച്ചാൽ അതിൽ ഉപ്പില്ല, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോയി, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി, ഇങ്ങനെയുള്ള കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കും താമസി ബുദ്ധികളും. അതിലെ സ്വാദിനെ പറ്റി ഒന്നും പറയില്ല, സ്വാദുണ്ടെങ്കിലും പറയില്ല. അതിലെ ദോഷൈക ദൃക്ക് എന്ന് പറയാം. അങ്ങനെയുള്ള ഏത് പ്രവൃത്തി ചെയ്താലും അതിലെ ദോഷമാണ് കണ്ടുപിടിക്കുക അവര്. അങ്ങനെയുള്ളവരാണ് താമസ ബുദ്ധികളാണ്. അവര് എല്ലാം വിരുദ്ധമായ രീതിയിലേ കാണുള്ളൂ. മന്യതയെ കാണുന്നത്, അല്ലയോ അർജുന, അങ്ങനെയുള്ള ബുദ്ധികളാണ് താമസ ബുദ്ധി. അജ്ഞാനം കൊണ്ട് പൂർണ്ണമായി മറയ്ക്കപ്പെട്ട ഏത് ബുദ്ധിയാണോ അധർമ്മത്തെ ധർമ്മമായും എല്ലാ കാര്യങ്ങളെയും നേരെ വിരുദ്ധമായ രീതിയിലും കരുതുന്നത്, അല്ലയോ അർജുന, ആ ബുദ്ധിയാണ് താമസപ്രധാനമായ ബുദ്ധി. സാ ബുദ്ധി താമസി. രാജസി ബുദ്ധിയിൽ സംശയത്തിന്റെ അംശമുണ്ട്. തമോ ഗുണപ്രധാന ബുദ്ധിയിൽ സംശയമൊന്നുമില്ല, സത്യമേ ഇല്ല എന്നങ്ങ് പറഞ്ഞേക്കും. സത്യം പൂർണ്ണമായും മറയ്ക്കപ്പെട്ടു പോകുന്നു. മറ്റേത് രാജസബുദ്ധിയിൽ ഒരു സംശയം ഉണ്ടോ, ഈശ്വരനുണ്ടോ, ഉണ്ടോ ഇല്ലേ, ഇതിന്റെ സംശയമെങ്കിലും ഉണ്ട്. ഇവിടെ അതുപോലും ഇല്ല, തീരുമാനിച്ചു കഴിഞ്ഞു ഇല്ല എന്ന്. മനസ്സിലായില്ലേ? അജ്ഞാനമറയ്ക്ക് ശക്തി കൂടുന്നതാണ് തമസ്. കാണേണ്ട രീതിക്ക് നേരെ വിരുദ്ധമായി കാര്യങ്ങളെ സംശയമില്ലാതെ കാണുന്ന ബുദ്ധിയാണ് താമസി ബുദ്ധി. എന്ന് അതായത് എന്താണ്, കാണേണ്ടുന്ന കാണേണ്ട വസ്തുക്കളെ, കാണേണ്ടതിനെ വിരുദ്ധമായി കാര്യങ്ങളെ സംശയമൊന്നുമില്ല. അയാൾക്ക് യാതൊരു അതായത് നമ്മൾ പറയില്ലേ, ഏറ്റവും നല്ല ബുദ്ധിമാനായ ജ്ഞാനിക്ക് ഒരു സംശയവുമില്ല. ഒന്നും അറിയാത്തവർക്ക് ഒരു സംശയമില്ല. അതാണ് ഈ താമസ ബുദ്ധി. ഒന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് എല്ലാം അറിയാൻ നിങ്ങൾ തീരുമാനിച്ചിട്ട് ആ ബുദ്ധി വെച്ച് പുലർത്തും. അതാണ് താമസ ബുദ്ധി. എല്ലാ കാര്യങ്ങളും നേരെ വിരുദ്ധമായ രീതിയിൽ കരുതും, അല്ലയോ അർജുന, അതാണ് താമസ ബുദ്ധി. രാജസി ബുദ്ധിയിൽ സംശയത്തിന്റെ അംശമെങ്കിലുമുണ്ട്. തമോ ഗുണപ്രധാനിയായ ബുദ്ധിയിൽ സത്യം പൂർണ്ണമായും മറയ്ക്കപ്പെട്ടു പോകുന്നു. അജ്ഞാനമറയ്ക്ക് ശക്തി കൂടുന്നതാണ് തമസ്. കാണേണ്ട രീതിക്ക് നേരെ വിരുദ്ധമായി കാര്യങ്ങളെ സംശയമില്ലാതെ കാണുന്ന ബുദ്ധിയാണ് താമസി ബുദ്ധി.
ഒരു സംശയമില്ല. അങ്ങനെയാണോ എന്നുള്ള സംശയമൊന്നുമില്ല, അങ്ങനെയാണ് എന്നുള്ള തീരുമാനിച്ചു. ധർമ്മത്തെ അധർമ്മമായി കാണുന്നു, അധർമ്മത്തെ ധർമ്മമായും ചെയ്യേണ്ടത് ചെയ്യുകയില്ല, ചെയ്യേണ്ടാത്തതൊക്കെ ചെയ്യും. ഒന്നും നേരെ കാണാനുള്ള കഴിവില്ല, എല്ലാം തെറ്റിദ്ധരിച്ചേ കാണൂ. ബുദ്ധി എന്ന ഉപകരണം ഇരുണ്ടുപോയാൽ പിന്നെ കാഴ്ച മുഴുവൻ ഇരുണ്ടതായി ഭവിക്കും. ജഡത്വത്തിലേക്കുള്ള പതനവും ത്വരിതഗതിയിലാകും. ബുദ്ധിഭേദം വിവരിച്ച ശേഷം ഭഗവാൻ ഇനി അടുത്ത 3 പദ്യങ്ങളിൽ ധൃതിഭേദം, ധൃതി എന്നാൽ എന്താണ്, അതിന്റെ ഭേദമാണ് വിവരിക്കാനായിട്ട് ഒടുങ്ങുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, ഇല്ലേ? ഇപ്പം മണി 3:59. അപ്പോ ബുദ്ധിഭേദം വിവരിച്ച ശേഷം ബുദ്ധിയുടെ രജസ്സും സത്വഗുണവും തമസഗുണവും രജോ ഗുണവും ഭഗവാൻ വിസ്തരിച്ച് പറഞ്ഞു തന്നു. അതിനുശേഷം നീ ഭഗവാൻ ധൃതിയെ പറ്റി പറഞ്ഞല്ലോ, ധൃതിയെ പറ്റി വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. ബുദ്ധിഭേദം വിവരിച്ച ശേഷം ഭഗവാൻ അടുത്ത 3 പദ്യങ്ങളിൽ ധൃതിഭേദം വിവരിക്കുവാൻ തുടങ്ങുന്നു. തീരുമാനത്തെ തുടർന്ന് ഉപകരണങ്ങൾ അംഗീകരിക്കുന്ന ഉറപ്പായ നിലപാടാണ് ധൃതി. അതായത് ഒരു തീരുമാനം ബുദ്ധി എടുത്തു, ഇങ്ങനെ ചെയ്യാം എന്നൊരു തീരുമാനം എടുത്തു. അപ്പൊ അതിന് ഉപകരണങ്ങൾ വേണമല്ലോ, ഒരു കാര്യം ചെയ്യാൻ ഉപകരണങ്ങൾ വേണ്ടേ? ആ ഉപകരണങ്ങളെ ബുദ്ധി പറഞ്ഞ ഉപകരണങ്ങളെ അംഗീകരിക്കുന്നതിനാണ് ധൃതി എന്ന് പറയുന്നത്. അതിന് ധൃതിക്ക് മറ്റൊരു പേരാണ് ധൈര്യം. അതായത് ബുദ്ധി ഒരു കാര്യം ഉപദേശിച്ചു, അതെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കുന്നതാണ് ധൈര്യത്തോടുകൂടി. അതിനാണ് ധൈര്യം അല്ലെങ്കിൽ ധൃതി എന്ന്. ബുദ്ധി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ചെയ്യാനുള്ള ധൈര്യം വേണ്ടേ? അതിനാണ് ധൃതി അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നത്. സത്വഗുണ പ്രധാനമായ ധൃതി എന്താണെന്ന് ഭഗവാൻ വിവരിക്കുകയാണ് അടുത്ത പദ്യത്തില്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അങ്ങനെ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം, ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.